പേരാമ്പ്ര സംഘർഷത്തിനിടെ ഷാഫി പറമ്പിൽ എംപിക്ക് പരിക്കേറ്റ സംഭവം രാഷ്ട്രീയ വിവാദമായി കത്തുകയാണ്. ഇന്ന് സംഘർഷ ദൃശ്യങ്ങൾ പുറത്തുവന്നപ്പോൾ ഒരു കാര്യം വ്യക്തമായി കഴിഞ്ഞു. പോലീസിന്റെ ലാത്തിയടി ഏറ്റാണ് ഷാഫിക്ക് പരിക്കേറ്റത്. മൂക്കിന്റെ 2 അസ്ഥികൾക്ക് പൊട്ടലുണ്ട് എന്ന മെഡിക്കൽ ബുള്ളറ്റിനും വന്നു കഴിഞ്ഞു. ബോധപൂർവമായ ആക്രമണമെന്ന UDF ആരോപണം പാടെ തള്ളുകയാണ് CPIM. 6 മാസം കഴിഞ്ഞാൽ കാണാം എന്നാണ് പോലീസിന് കോൺഗ്രസ് നേതാക്കളുടെ മുന്നറിയിപ്പ്. DYSPയുടെയും SP-യുടെയും പേരെടുത്ത് പറഞ്ഞാണ് വിമർശനം. 2 തിരഞ്ഞെടുപ്പുകളിലേക്ക് കേരളം അടുക്കുമ്പോൾ ഷാഫിക്കേറ്റ തല്ലിന് ഒരുപാട് രാഷ്ട്രീയ മാനങ്ങളുമുണ്ട്. എൻകൗണ്ടർ ചർച്ച ചെയ്യുന്നു, തല്ലി തീർക്കലോ. ഇന്നത്തെ അതിഥികൾ CPIMൽ നിന്ന് ശ്രീ ജേക്സി തോമസ്, കോൺഗ്രസിൽ നിന്ന് ശ്രീ റിജിൽ മാക്കുറ്റി, ശ്രീ ജോൺ മുണ്ടക്കയം, ഒപ്പം ശ്രീ CR നീലകണ്ഠൻ എന്നിവരാണ് നമ്മോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. എല്ലാ അതിഥികൾക്കും സ്വാഗതം. ആദ്യം ശ്രീ റിജിൽ മാക്കുറ്റിയിലേക്കാണ്. ശ്രീ റിജിൽ മാക്കുറ്റി, ഇത് ബോധപൂർവമായ ആക്രമണം എന്നാണല്ലോ തുടക്കം മുതൽ തന്നെ കോൺഗ്രസ് പറയുന്നത്, ഷാഫിയെ ലക്ഷ്യമിട്ടുള്ള നീക്കമെന്ന്. എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു വാദം കോൺഗ്രസ് ഉയർത്തുന്നത്? ശ്രീ റിജിൽ മാക്കുറ്റി. ശ്രീ ഉന്മേഷ്, ഇന്നലെ പേരാമ്പ്രയിൽ നടന്നത് വളരെ ആസൂത്രിതമായി CPIM-ഉം അതോടൊപ്പം തന്നെ പോലീസിലെ ഗുണ്ടകളും ചേർന്ന്, പ്രത്യേകിച്ച് കാക്കിയിട്ട ചുവപ്പണിഞ്ഞ ഇവിടുത്തെ ASP ഉൾപ്പെടെ ബൈജു ഉൾപ്പെടെയുള്ള ആളുകൾ നടത്തിയിട്ടുള്ള വലിയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് വടകരയുടെ MP KPCC വർക്കിംഗ് പ്രസിഡന്റായ ഷാഫി പറമ്പിലിന് നേരെ അതിക്രൂരമായ രൂപത്തിലുള്ള പോലീസ് മർദ്ദനം ഉണ്ടായത്. ഈ പോലീസ് മർദ്ദിച്ചപ്പോൾ എന്താണ് അവിടെ സാഹചര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവിടെ UDSF ജയിച്ചു, ആഹ്ലാദ പ്രകടനം നടത്തി. പേരാമ്പ്രയിൽ ആഹ്ലാദ പ്രകടനം നടത്താൻ പാടില്ല. അവിടെ CPM-ന്റെയും DYFI-യുടെ SFI-യുടെ ഗുണ്ടകൾ അവരെ ആക്രമിച്ചു. അതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നമാണ്. അതിനുശേഷം സ്വാഭാവികമായി പിറ്റേ ദിവസവും DYFI-യുടെ CPM-ന്റെയും വലിയ പ്രതിഷേധ പ്രകടനം അവിടെ ഉണ്ടായി. ആ പ്രകടനം കഴിഞ്ഞതിന് ശേഷം അനുമതിയോടുകൂടിയാണ് അവിടെ UDF-ന്റെ നേതൃത്വത്തിൽ വലിയ പ്രകടനം നടന്നത്. 2000-ഓളം ആളുകൾ പങ്കെടുത്ത പ്രകടനമായിരുന്നു. ആ പ്രകടനം സംഘർഷത്തിലേക്ക് പോകുന്നു എന്നറിഞ്ഞപ്പോൾ അവിടുത്തെ പാർലമെന്റ് മെമ്പറും തൊട്ടടുത്ത DCC പ്രസിഡന്റും, പ്രത്യേകിച്ച് ഞങ്ങളുടെ വിശ്വാസ സംരക്ഷണ യാത്രയുമായി ബന്ധപ്പെട്ട് വടകര മേഖലയിലെമ്പാടും ശ്രീ കെ മുരളീധരൻ നയിക്കുന്ന യാത്രയുടെ സ്വാഗത സംഘ മീറ്റിംഗ് നടക്കുകയാണ്. MP എന്നതിൽ ഷാഫി പറമ്പിലും DC പ്രസിഡന്റും പങ്കെടുക്കുകയാണ്. തൊട്ടടുത്ത് ഇത്തരം ഒരു സംഘർഷത്തിലേക്ക് പോകുന്നു എന്നറിഞ്ഞപ്പോൾ സ്വാഭാവികമായും അവിടെയുള്ള പ്രധാനപ്പെട്ട MP എന്ന നിലയിലും അതോടെ പാർട്ടിയുടെ നേതാക്കന്മാർ എന്ന നിലയിലും അവിടെ പോയിരുന്നു. ആ സംഘർഷം ഒഴിവാക്കാൻ വേണ്ടി അദ്ദേഹം അവിടെ പോയതാണ്. അവിടെയാണ് പ്രത്യേകിച്ച് പ്രകടനം നടന്ന് പിരിഞ്ഞുപോയ CPM-ന്റെ 19 ആളുകൾ അവിടെ കൂടി നിൽക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ പ്രകടനം പോകാൻ പാടില്ല എന്ന് പറഞ്ഞ് പോലീസ് തടയുന്നത്. അപ്പൊ ഞാൻ ചോദിക്കും, ഇരട്ട നീതിയല്ലേ? CPM-ന്റെ പ്രകടനം കഴിഞ്ഞ് പിരിഞ്ഞു പോയിട്ട് 50 ആളുകൾ ആയുധമായി നിൽക്കുന്നവരും അവരെയല്ലേ പോലീസ് ക്ലിയർ ചെയ്യേണ്ടത്? അല്ലാതെ 2000-ഓളം വരുന്ന ആളുകളെയാണോ, അവർക്ക് നേരെയാണോ ഗ്രനേഡ് പ്രയോഗിക്കേണ്ടത്? അവർക്ക് നേരെയാണോ ലാത്തി ചാർജ് നടത്തേണ്ടത്? എന്നാലും ആ സംഘർഷം ലഘൂകരിക്കുന്നതിന് വേണ്ടി, അവിടെ സമാധാനം ഉറപ്പിക്കുന്നതിന് വേണ്ടി ഒരു MP എന്നതിൽ, പാർട്ടിയുടെ നേതാവ് എന്നതിൽ അവിടെ പോയപ്പോൾ അവിടുത്തെ പോലീസ് എന്ന് പറയുന്ന ആളുകൾ ചെയ്ത് എന്താണ് നിങ്ങൾ കണ്ടില്ലേ? നിങ്ങൾ എത്ര ക്രൂരമായിട്ടാണ് ഷാഫി പറമ്പലിന്റെ മൂക്കിന് നേരെ അതോ തലക്ക് നേരെ ലാത്തിയടിക്കുന്നത്. അദ്ദേഹത്തിന്റെ മൂക്കിൽ നിന്ന് ചോര വാർന്നൊഴുകുമ്പോൾ പരിഹസിക്കായിരുന്നില്ല DYFI-യുടെയും CPM-ന്റെ നേതാക്കന്മാർ, സൈബൽ കടന്നൽ കൂട്ടങ്ങളെല്ലാം എവിടെ പോയി മഷിക്കുപ്പിയായി വന്നു എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കല്ലേ? ഇന്ന് രാവിലെ നിങ്ങൾ ഉൾപ്പെടെ ആ വിഷ്വൽ കണ്ടില്ലേ? ഷാഫിയുടെ മുഖത്തേക്ക് അടിക്കുന്നത്, മൂക്കിലേക്ക് അടിക്കുന്നത്, അദ്ദേഹത്തിന്റെ മൂക്കിന് വന്ന പരിക്ക്. ഇന്നലെ 3 മണിക്കൂർ കോഴിക്കോട് ബേബി ഉമർ ഹോസ്പിറ്റലിൽ വെച്ച് 3 മണിക്കൂർ നടത്തി ശസ്ത്രക്രിയയിലാണ്, സർജറിയിലാണ്. അദ്ദേഹത്തിന്റെ ആ ഒടിഞ്ഞു പോയ മൂക്കിന്റെ 2 പാലങ്ങൾ ഒടിഞ്ഞു പോയത്, അത് നേരെയാക്കേണ്ടി വന്നത് എന്ന് പറയുമ്പോൾ എന്താണ് ഇവരുടെ ലക്ഷ്യമെന്ന് വളരെ കൃത്യമായിട്ട് അറിയാം. ഒരു ജനപ്രതിനിധിക്ക് നേരെ യാതൊരു പ്രകോപനവുമില്ലാതെ ഈ ആക്രമിക്കണമെങ്കിൽ കേവലം ഒരു പോലീസുകാരന്റെ ഇന്റൻഷൻ അല്ല, ഏതെങ്കിലും ഒരു പോലീസുകാരൻ അടിച്ചതല്ല. വളരെ കൃത്യമായി ബോധപൂർവം ഈ പറയുന്ന CPM നേതൃത്വവും ഈ പറയുന്ന പോലീസ് ഗുണ്ടകളും ചേർന്നുകൊണ്ടാണ് ഈ പണിയെടുത്തത്, അല്ലേ? ഇവിടെ CPM-ന്റെ ജില്ലാ സെക്രട്ടറി പറയുന്നത് പോലെയാണ് ഇവിടുത്തെ ASP ഒരു ബൈജു എന്ന് പറയുന്ന ഒരു കാക്കിയിട്ട ഒരു വാക്കുകളെ മാറിപ്പോവും, വൃത്തികെട്ടവൻ. അയാൾ പറയാണ്, എവിടെ വിഷ്വൽ, എവിടെ വീഡിയോ എന്ന് ചോദിക്കുകയാണ്. CPM-കാരും അതോടൊപ്പം CPM നേതാക്കന്മാർ ചോദിക്കുമ്പോൾ രാഷ്ട്രീയം എന്ന് പറയാം. ആ പണിയാണ് CPM ജില്ലാ സെക്രട്ടറിയുടെ പണിയാണ് ഇവിടുത്തെ ASP എടുക്കുന്നത്. അയാൾ IPS കാരനൊന്നുമല്ല. നമ്മുടെ നാട്ടിലൊക്കെ ചൊല്ലുണ്ട്, എലിമൂത്ത് പെരിച്ചായി എന്ന് പറയുമ്പോൾ CPM-ന്റെ അച്ചാരം പറ്റി അവിടെ പോയി അവിടുത്തെ ദാസ്യവേല ചെയ്ത് അവിടെ വൃത്തിപ്പണിയെടുത്ത് ഗുണ്ടാ പണിയെടുക്കുന്ന ഒരു ഗുണ്ടയാണ് ഈ ASP എന്ന് പറയുന്ന ഇയാള്. ഈ കഴുത എന്ന് ഞാൻ വിളിക്കും. അയാളാ പറയുന്നത് MP-ക്ക് അക്രമത്തിൽ പരിക്കേറ്റ്, പോലീസ് ലാത്തി ചാർജ് പരിക്കേറ്റ്, എവിടെ വീഡിയോ എന്ന് ചോദിക്കുകയാണ്. ഇതെന്താ വെള്ളരിക്കപ്പെട്ടവനാണോ? ആരാ അടിച്ചതെന്ന് തെളിവ് വന്നില്ല. ഇപ്പൊ എന്താ അയാൾ മിണ്ടാത്തത്? ഇപ്പൊ എന്താ അയാൾ വീഡിയോ ചോദിക്കാത്തത്? ഇത്ര ക്രൂരമായി തല്ലിച്ചതക്കാൻ എന്ത് പ്രശ്നമാണ് ഷാഫി പറമ്പിൽ അവിടെ ഉണ്ടാക്കിയത്?
ഇത് കേവലം ഇന്നലെ ഉണ്ടായ സംഭവം മാത്രമല്ല, കുറച്ചു കാലമായി ഷാഫി പറമ്പിൽ വടകരയിൽ പാർലമെന്റ് സ്ഥാനാർത്ഥി വന്നത് മുതൽ CPM-ന് അങ്കലപ്പാണ്. ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് ശൈലജ ടീച്ചറെ 1,14,000 വോട്ടിന് വടകരയുടെ മണ്ണിൽ പരാജയപ്പെടുത്തിയതാണ് പ്രശ്നം. അടുത്ത തെരഞ്ഞെടുപ്പോടുകൂടി വടക്കൻ മലബാർ ഞാൻ നിർത്താം. വടക്കൻ മലബാർ CPM-ന്റെ കോട്ടകൾ തകരും. ഷാഫി പറമ്പിൽ എഫക്റ്റ് എന്ന് പറയുമ്പോൾ ആ വലിയ രൂപത്തിൽ ഇവർക്ക് അങ്കലാപ്പുണ്ട്. വ്യക്തിപരമായും കായികപരമായും ശാരീരികമായും മാനസികമായും ഇവർ പീഡിപ്പിക്കുകയാണ്, ഇവർ ആക്രമിക്കുകയാണ്. ഒരു സ്ഥാനാർത്ഥിക്കെതിരായി ഇതുവരെ നട്ടാൽ നുണക്കാതെ നുണ കാഫിർ പ്രയോഗം നടത്തിയില്ലേ? നമ്മളതൊക്കെ ചർച്ച ചെയ്താണല്ലോ. താങ്കളുടെ വാദം വ്യക്തമാണ്. അല്ല പറയട്ടെ അങ്ങനെ പോകല്ലേ. അങ്ങനെ ചെയ്ത് ആക്ഷേപിച്ച് അപമാനിച്ച് നിങ്ങൾ മുമ്പോട്ട് പോയി, വ്യക്തിഹത്യ നടത്തി നിങ്ങൾ മുമ്പോട്ട് പോയി. ഏതെല്ലാം രൂപത്തിൽ അയാളെ വേട്ടയാടി നിങ്ങൾ, എന്നിട്ട് ഇപ്പോ പോലീസിനെ ഉപയോഗിച്ച് നിങ്ങൾ ഇല്ലാതാക്കാൻ നോക്കുകയാണ്. എന്നിട്ടാണ് മഷിക്കുപ്പിയാണ്. യാതൊരു ഉളുപ്പില്ലാത്ത ആളുകളല്ലേ ഇവര്. 51 വെട്ട് TPയെ കൊന്നപ്പോ മാഷാള്ള സ്റ്റിക്കർ ഒട്ടിച്ച് ഈ നാട്ടിൽ പ്രചരണം നടത്തി CPM ഇതിനപ്പുറം പറഞ്ഞു. ഒരുപാട് തവണ ചർച്ച ചെയ്താണല്ലോ. താങ്കൾ ഇപ്പോൾ മറുപടി വ്യക്തമാക്കി കഴിഞ്ഞു. താങ്കൾക്ക് പറയാനുള്ള വ്യക്തമാക്കില്ല. അടുത്ത ഘട്ടത്തിൽ ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ ജെയ്ക്സി തോമസ്, ഇപ്പോൾ എത്രയോ സമരമുഖങ്ങളിൽ ഈ ഞങ്ങൾ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ കേരളം കണ്ടിട്ടുണ്ട്, ജയിക്കിനെ ഇപ്പോൾ റിജിൽ മാക്കുറ്റിയൊക്കെ ഈ പോലീസുമായി ഒരു സംഘർഷം ഉണ്ടാകുന്നത് ആദ്യമല്ല, ഒരു രാഷ്ട്രീയ സമരത്തിന്റെ ഭാഗമായി. പക്ഷേ പോലീസിന്റെ ലാത്തിയടി അത് നിങ്ങൾക്കൊക്കെ ഏറ്റിട്ടുമുണ്ട്. ഇന്നലെ ഈ സംഭവം ഉണ്ടാകുന്ന ഘട്ടത്തിലൊക്കെ ഒരുപാട് ആക്ഷേപങ്ങളൊക്കെ ഷാഫിക്കെതിരെ വന്നതാണ്. താങ്കളും ഇന്ന് കണ്ടു കാണുമല്ലോ ആ ദൃശ്യങ്ങൾ. അതിൽ പോലീസിന്റെ ലാത്തിയടി ഏൽക്കുന്നുണ്ട് ഷാഫിക്ക് കൃത്യമായി. ഇപ്പോഴും നിങ്ങൾ നേരത്തെ പറഞ്ഞു വെച്ച ഈ ഷാഫി ഷോയാണ് അവിടെ കണ്ടത് എന്നുള്ള വാദത്തിൽ തന്നെയാണോ ഉള്ളത് ശ്രീ ജയ്ക്ക്? ഞാനിപ്പോൾ ആരുടെയെങ്കിലും ഷോ എന്നൊന്നും പറഞ്ഞിട്ടുള്ള വ്യക്തിപരമായ ഒരു തീർപ്പ് കൽപ്പിക്കലിന് നിൽക്കുന്നില്ല. പക്ഷെ അങ്ങയുടെ ചോദ്യത്തിൽ തന്നെ എനിക്ക് വിയോജിക്കേണ്ടതായിട്ടൊരു ഭാഗമുണ്ട്. അതായത് ഇത്തരത്തിൽ ഈ ദൃശ്യത്തിൽ പോലീസിന്റെ ലാത്തി ചാർജിന് വിധേയനാകുന്ന വടകര MP-യെ നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്നുള്ളതാണ്. ഞാൻ പറയുന്നു, ഇപ്പൊ കോൺഗ്രസിന്റെ പോലും ഞാൻ അങ്ങനെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ പേരെടുത്ത് പറഞ്ഞ് അപഹസിക്കാനോ വിമർശിക്കാനോ ഒന്നും ഈ അവസരം ഉപയോഗിക്കുന്നില്ല. പക്ഷെ കേരളത്തിന്റെ സമീപകാല സമര ചരിത്രം തന്നെ പരിശോധിച്ച് നോക്കുക. ലാത്തി ചാർജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലാത്തി ചാർജിന് ശേഷമുള്ള കേരളത്തിലെ ഒരു സാധാരണ സമരത്തിന്റെ ബാക്കി പത്രം എന്തായിരിക്കും? കൈകാലുകൾ ഒടിഞ്ഞ് നൂറുകണക്കിന് വരുന്ന ആളുകൾക്ക് പരിക്കേൽക്കപ്പെട്ട് ഗ്രനേഡുകളും അതേപോലെ ടിയർ ഗ്യാസ് ഷെല്ലുകളും അതിനാലൊക്കെ മുഖരിതമാക്കപ്പെട്ട് അങ്ങനെ വിവിധ ഘട്ടങ്ങളിലൂടെയല്ലേ കേരളത്തിന്റെ സമരം സാധാരണഗതിയിൽ വികസിക്കാറുള്ളത്. ഇതിനോട് ചേർത്ത് നിർത്താൻ കഴിയുന്ന എന്തെങ്കിലും ഒന്ന്, ഒരു വാക്കൊരു അനുഭവം ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ സമരസ്ഥലത്ത് ഉണ്ടായിട്ടുണ്ടോ? എന്തുകൊണ്ട് ചില ആളുകൾ ഇതിനെ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പൊറാട്ട് നാടകമായി സംശയിക്കുന്നു? പ്രബലവും ന്യായവുമായ സംശയം ഇത്തരം ഏർപ്പാടുകൾക്ക് നേരെ ഉയർന്നു വരുന്നു. സാധാരണഗതിയിൽ ഇപ്പൊ അങ്ങ് സൂചിപ്പിച്ചതുപോലെ അങ്ങ് മാധ്യമ പ്രവർത്തന രംഗത്ത് നിർബന്ധമായും അല്പ നാളുകളായിട്ടുണ്ടാകും, അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് അങ്ങ് പഠിക്കാൻ ശ്രമിക്കുന്ന ഒരു വിദ്യാർത്ഥിയും ഒക്കെ ആയിരിക്കുമല്ലോ. നിങ്ങൾ കേരളത്തിന്റെ സമീപകാല രാഷ്ട്രീയ സമര ചരിത്രത്തിന്റെ ബാക്കി പത്രങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കുക. അത് വിദ്യാർത്ഥി യുവജന സമരങ്ങൾ ഏതുമാവട്ടെ, സാധാരണഗതിയിൽ അസാധാരണമായ ലാത്തി ചാർജ് ഉണ്ടായാൽ മുതൽ വെടിവെപ്പ് ഉണ്ടായാൽ മുതൽ ഏതു ഘട്ടം വഴിയും ഇപ്പൊ കോഴിക്കോട് വെസ്റ്റ് ഹിൽ എഞ്ചിനീയറിംഗ് കോളേജിലാണ് ഏറ്റവും ഒടുവിൽ ഇവരുടെ നേതാവ് പരമകാരുണികനായ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി, കോൺഗ്രസിന്റെ നേതാവ് മുഖ്യമന്ത്രിയായിരുന്നപ്പോഴാണ് കേരളത്തിൽ സാധാരണഗതിയിൽ ഫിസിക്കലി ഡിഫറൻറ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള SFIയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ സെക്രട്ടറിയുടെ നേർക്ക് വെടിവെക്കുന്നു. എന്നിട്ട് അയാൾ പറയുന്നു, ഞാൻ വെടിവെച്ച് കൊല്ലാൻ വേണ്ടി തന്നെ വെടിവെച്ചതാണ്. പക്ഷേ എന്തുകൊണ്ടോ അന്നത്തെ പോലീസിനെ നയിച്ച ആഭ്യന്തര വകുപ്പിന്റെയും പ്രത്യേകത കൊണ്ട് നേർക്ക് നേരെ കൊല്ലാൻ വേണ്ടി വെടിവെച്ചിട്ടും ആ ഉണ്ട ആകാശത്താണ് പോയത്. അദ്ദേഹം ജീവനോടുകൂടെ നമ്മുടെ മണ്ണിൽ ബാക്കിയായി. ആ സമയത്ത് ഞാൻ പറയുന്നു, ആ സമയത്തുൾപ്പെടെ അത്ര അഗ്രസീവായ ഒരു സമരരംഗത്തുൾപ്പെടെ സാധാരണഗതിയിൽ പരിക്ക് പറ്റിയാൽ നമ്മൾ ആദ്യം ഓടിച്ചെല്ലുക സർക്കാർ ആശുപത്രിയിൽ, തൊട്ടടുത്തുള്ള ജില്ലാ ആശുപത്രിയിൽ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിലൊക്കെയാണ്. അതിൽ കോൺഗ്രസ്, BJP, CPIM വ്യത്യാസം എന്റെ പരിമിതമായ അറിവിൽ എനിക്ക് ഇതുവരെ കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. ഈ അനിതര സാധാരണമായ മർദ്ദനമേറ്റ് വാങ്ങി മരണാസന്നനായി അടിച്ചുടച്ച് തീർത്ത് കൊന്നുകളഞ്ഞു. 3 or 4 ഒടിവുണ്ടായിരുന്നു. 6-8 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ശസ്ത്രക്രിയയ്ക്ക് ഞങ്ങളുടെ നേതാവ് വിധേയനായി എന്നൊക്കെ പറയപ്പെടുന്ന ഭീമാകാരമായ പരിക്കേറ്റ ഈ മാന്യൻ 42 കിലോമീറ്ററുകളോളം യാത്ര ചെയ്ത് എത്താൻ കഴിയുന്ന മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലാണ് എത്തിച്ചത്. ഇദ്ദേഹത്തിന്റെ മൂക്കിന്റെ പാലത്തിന് 3 or 9 ഒടിവ്, അല്ലെങ്കിൽ 4 or 6 മണിക്കൂർ ശസ്ത്രക്രിയ, എത്രയും ആകട്ടെ, അതൊക്കെ ഉണ്ടാകത്തില്ല എന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെ അപലപനീയമായ ഒരു മർദ്ദനം ഈ മാന്യൻ ഏറ്റുവാങ്ങേണ്ട വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന പ്രവർത്തകരാണ് കൂടെ ഉള്ളതെങ്കിൽ അങ്ങനെയുണ്ട് കേട്ടോ. ഇപ്പോ പുതിയ യൂത്ത് കോൺഗ്രസിന്റെ വേണ്ടാത്ത പ്രസിഡന്റിനെ തുടർന്ന് ഇവർ തമ്മിലുള്ള സമവാക്യം 4 വഴിക്കായിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കറിയില്ല
ഈ 3ഉം 6ഉമായി പാലമൊടിഞ്ഞു എന്ന് അവകാശപ്പെടുന്ന 6 or 8 മണിക്കൂർ ശസ്ത്രക്രിയക്ക് വിധേയനാകേണ്ട വന്ന ഭീമാകാര പരിക്കുള്ള നമ്മുടെ നാട്ടിലെ ഈ യുവജന നേതാവിനെ എന്തിന് 42 കിലോമീറ്റർ അകലെയുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു? സാമാന്യ യുക്തിയും യുക്തിസഹമായി ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള ജില്ലാ ആശുപത്രിയിലോ മെഡിക്കൽ കോളേജിലോ കാണിച്ച് അദ്ദേഹത്തിന്റെ ജീവൻ നിലനിർത്താൻ വേണ്ട ശുശ്രൂഷ കൊടുക്കുകയല്ലേ? ഇപ്പോ ഇദ്ദേഹത്തിന്റെ ജീവൻ നിലനിർത്തുകയായിരുന്നു ഉദ്ദേശം? അതോ ഗ്രൂപ്പ് വൈരാഗ്യം കൊണ്ട് മൂക്കിന്റെ പാലം 3 or 4 ഒടിഞ്ഞ 6 or 3 മണിക്കൂർ ശസ്ത്രക്രിയ വേണ്ട ഈ നേതാവിനെ പരമാവധി ദൂരത്തുള്ള ആശുപത്രിയിൽ എത്തിക്കുകയാണ്? ഞാനൊന്ന് ഇടപെടട്ടെ. താങ്കൾ ഒരു മിനിറ്റ് തരുവാണെങ്കിൽ ഞാനൊരു കാര്യം ചൂണ്ടിക്കാണിക്കാം. ഇപ്പോൾ ആ ആശുപത്രി പുറത്തിറക്കിയ ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ നമ്മുടെ മുൻപിലുണ്ടല്ലോ. അതിൽ ഈ ഷാഫിയുടെ മൂക്കിന് 2 അസ്ഥികൾക്ക് പൊട്ടലുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നുണ്ട്. അതിൽ ഇടതുഭാഗത്തെ അസ്ഥിക്ക് സ്ഥാനചലനമുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു മെഡിക്കൽ ബുള്ളറ്റിനെ നമ്മൾക്ക് വിശ്വസിക്കാമല്ലോ. UDFന്റെ ആരോപണങ്ങളെ താങ്കൾ വിശ്വസിക്കേണ്ട. പക്ഷേ ആ മെഡിക്കൽ ബുള്ളറ്റിനിൽ അത് വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ഷാഫിക്ക് പരിക്കേറ്റിട്ടുണ്ട്, അതിന് ചികിത്സ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുള്ളപ്പോൾ അതിനെ ഇങ്ങനെ പുച്ഛിക്കേണ്ടതുണ്ടോ ശ്രീജയ്ക്ക്? അയ്യോ, ഞാൻ സത്യസന്ധമായും പരിഹസിച്ചില്ല. അങ്ങ് ശ്രദ്ധിക്കേണ്ടത്, ഞാൻ കോട്ട് ചെയ്യാൻ ആഗ്രഹിച്ചത് അത്രയും കേരളത്തിലെ കോൺഗ്രസിന്റെ സമുന്നത നേതാക്കന്മാർ, ഇവിടെ ഇരിക്കുന്ന യൂത്ത് കോൺഗ്രസ് നേതാവ് പോലും ബഹുമാനത്തോടെയും ആദരവോടെയും കൂടെ കാണുന്ന കേരളത്തിലെ കോൺഗ്രസിന്റെ സമുന്നത നേതാക്കന്മാർ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവെച്ച വിവരങ്ങളാണ്. 3 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന സർജറി ഉണ്ടായിരുന്നു എന്ന് ഒരു നേതാവ് പറയുന്നു. 3 ഒടിവ് അദ്ദേഹത്തിന്റെ പാലത്തിനുണ്ടായിരുന്നു എന്ന് മറ്റൊരു നേതാവ് പറയുന്നു. ഈ ദീർഘമണിക്കൂർ നീണ്ടു നിൽക്കുന്ന സർജറികൾക്കും ഈ ഒടിവുകൾക്കും ശേഷം ഇദ്ദേഹത്തെ സന്ദർശിച്ചു എന്ന് യൂത്ത് കോൺഗ്രസിന് വേണ്ടാത്ത മറ്റൊരു നേതാവ് ഇപ്പോഴും എന്ന് പറയുന്നു. അതുകൊണ്ട് ഞാൻ ആരെയും വ്യക്തിപരമായി പരിഹസിച്ചതേയില്ല. അങ്ങ് എന്നെ തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഞാൻ സത്യസന്ധമായും യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരുടെ പ്രതികരണങ്ങളെ ഓർമ്മിച്ചെടുത്തുകൊണ്ടാണ് പറഞ്ഞത്. സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ ആളുകൾക്ക് സമരരംഗത്ത് പ്രത്യേകിച്ച് പരിക്ക് പറ്റിയാൽ നമ്മുടെ നാട്ടിൽ ആളുകൾ സ്വീകരിക്കുന്ന സമീപനം എന്താണ്? അവിടെ മാധ്യമ പ്രവർത്തകർ ഉണ്ടാകുമല്ലോ, ഫീൽഡിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമ പ്രവർത്തകർക്ക് അറിയാമല്ലോ. സാധാരണഗതിയിൽ കോട്ടയം കളക്ടറേറ്റിന് മുമ്പിൽ ലാത്തി ചാർജിൽ പരിക്കേറ്റാൽ കോൺഗ്രസ് BJP ഇടതുപക്ഷ ഭേദമില്ലാതെ ആദ്യം ഓടിച്ചെല്ലുക 2 കിലോമീറ്റർ പോലും അകലമില്ലാത്ത ആധുനിക സൗകര്യങ്ങളോട് കൂടിയ കോട്ടയം ജില്ലാ ആശുപത്രിയിലേക്കാണ്. അവിടെ നിന്ന് തലയ്ക്കും മറ്റും പരിക്കേറ്റ് ഈ പറയുന്ന അത്ര ഒടിവില്ലെങ്കിലും ഈ പറയുന്ന അത്ര ശസ്ത്രക്രിയയും ഈ പറയുന്ന അത്ര സർജറി, ദൈർഘ്യമുള്ള സർജറിയും ഒന്നും വേണ്ടെങ്കിൽ പോലും തലയ്ക്കെങ്കിലും ഒരു പരിക്കുണ്ടെങ്കിൽ നേരെ പോകുക ഒരു 12 കിലോമീറ്റർ അകലെയുള്ള കോട്ടയം മെഡിക്കൽ കോളേജിലേക്കാണ്. അവിടെ നിന്നും പരിഹരിക്കപ്പെടുന്നില്ല, ജീവഹാനിയുടെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മറ്റ് മെഡിക്കൽ കോളേജിനോടൊപ്പം അല്ലെങ്കിൽ അതേ സൗകര്യമുണ്ട് എന്ന് കരുതുന്ന ഇതേപോലെയുള്ള മറ്റ് സ്വകാര്യ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളെ ആശ്രയിച്ച അപൂർവമായ രംഗങ്ങളുമുണ്ട്. ഞാൻ ആ നിലയിലെ ഇക്കാര്യത്തെ ചോദ്യം ചോദിച്ചു. ഞാൻ ഏകപക്ഷീയമായിട്ട് ഇതൊരു തട്ടിപ്പാണെന്നോ ഇതൊരു ഷോയാണെന്നോ താങ്കൾ പറയൂ. ഈ നാട്ടില് ആശുപത്രി, ജില്ലാ ആശുപത്രി, മെഡിക്കൽ കോളേജ് പിണറായി വിജയൻ 6 മാസം കൂടുമ്പോ എന്തിനാ അമേരിക്കയിൽ താങ്കൾക്ക് അവസരം തരാം, താങ്കൾക്ക് മറുപടി പറയാൻ സമയം തരാം. പോയ കുട്ടിയുടെ കൈ പോയ കുട്ടിയെ കൈ താങ്കൾക്ക് സമയം തരാം. ഷാഫി പറമ്പിലെ മൂക്കടക്കം അവിടുന്ന് മുറിച്ചു മാറ്റില്ല. എന്താ റിജിൽ താങ്കൾക്ക് സമയം തരാം. ജയ്ക്ക് തുടരും. നിങ്ങളെ മെഡിക്കൽ കോളേജ് അങ്ങ് വലിയ സംവിധാനല്ലേ? ഒരു നിമിഷം റിജിൽ, ഉണ്ടാക്കി വെച്ചുള്ളത്. ഒരു നിമിഷം റിജിൽ, താങ്കൾക്ക് സമയം തരാം. സർജറിക്ക് പോലും സർജറിക്ക് വേണ്ട റിജിൽ, താങ്കൾക്ക് സമയം തരാം. റിജിൽ, പാട്ടപ്പിരിവെടുത്തിട്ട് സർജറി ചെയ്യുന്നു. നിങ്ങൾ ഡോക്ടർമാർ പറഞ്ഞ മെഡിക്കൽ കോളേജിൽ എങ്ങനെ പോകും വിശ്വസിച്ചിട്ട്? ശരി റിജിൽ, താങ്കൾക്ക് സമയം തരാം. താങ്കൾക്ക് സമയം തരാം. ജയ്ക്ക് പറയൂ. ഇവരെ നേതാക്കന്മാരെല്ലാം പോകുന്നത് സർക്കാർ ആശുപത്രിയിലാണോ? ഈ മന്ത്രി എന്നെ പറഞ്ഞു. ശരി റിജിൽ, താങ്കൾക്ക് സമയം തരാം. ജയ്ക്ക് പറയട്ടെ, ജയ്ക്ക് പറഞ്ഞു കഴിയട്ടെ. റിജിൽ, വലിയ മികവാർന്ന ആശുപത്രിയാണോ? ജയ്ക്ക് പറയൂ. അല്ല, അദ്ദേഹം നിർത്തുമ്പോൾ എനിക്ക് അവസരം കിട്ടിയാൽ മതി. താങ്കൾ പറയൂ. ഞാൻ പല സംവാദങ്ങളിലും പങ്കെടുക്കുമ്പോൾ ഈ സംവാദം കാണുന്ന പ്രേക്ഷകർക്ക് അവരവർ പറയുന്ന അഭിപ്രായം കേൾക്കുകയും വസ്തുതകളുടെയും അവരുടെ യുക്തിസഹമായ ചിന്തയുടെയും അടിസ്ഥാനത്തിൽ ആരുടേത് ശരിയെന്ന് വിവേചിച്ചറിയാനുള്ള അവസരമാണ് ഓരോ സംവാദത്തിലും ഉണ്ടാകേണ്ടത്. അതിൽ ഞാൻ പറയുമ്പോൾ അദ്ദേഹം ഓവർലാപ്പ് ചെയ്ത് ഇടപെട്ടാലോ, അദ്ദേഹം പറയുമ്പോൾ ഞാൻ ഓവർലാപ്പ് ചെയ്ത് ഇടപെട്ടാലോ, ആങ്കർ ഇടപെട്ടാലോ ഒക്കെ അത് അരോചകമാണ്. പരിഹസിക്കുമ്പോല്ലേ അത് കേൾക്കാനും പറ്റില്ല. ഞാൻ ഒരു കാര്യം പറയാം, ഇടതുപക്ഷ പ്രവർത്തകർ, ഞങ്ങളുടെ പ്രധാനപ്പെട്ട നേതാവിനെ നിങ്ങളെ പോലീസ് ഗുണ്ടകള് അദ്ദേഹത്തെ മൂക്കടിച്ച് പൊട്ടിച്ചത് പരിഹസിക്കുക. ശരി റിജിലിന് സമയം തരാം. റിജിൽ ആ സമയത്ത് പറഞ്ഞോളൂ. ജയ്ക്ക് പറഞ്ഞു കഴിയട്ടെ. മനസ്സില്ല. ശരി, താങ്കൾ ഇപ്പോൾ ക്ഷമിക്കൂ. താങ്കൾക്ക് സമയമുണ്ട് റിജിൽ. ജയ്ക്ക് പറഞ്ഞു കഴിയട്ടെ. ആശുപത്രിയിൽ ഐസി കിടക്കുമ്പോ അത് അവിടെ പോയപ്പോ ഇവിടെ പോയി ഇവനാരാണ് ശരി ജയ്ക്ക് തുടരൂ. ശ്രദ്ധിച്ചില്ലേ അദ്ദേഹം നീ എന്നും ഇവരെന്നും ഒക്കെ എന്നെ വിളിച്ചത്?
തന്നെ പോലെ വിളിക്കാൻ ഇമാതിരി വൃത്തികേട് പറയുമ്പോ ഇളിച്ചിരിക്കുമ്പോ അത് കേട്ടിരിക്കാനല്ല വന്നിരിക്കുന്നത്. ശരി, താങ്കൾ പറഞ്ഞു കഴിഞ്ഞല്ലോ റിജിൽ. ഇനി ജയ്ക്ക് സംസാരിക്കട്ടെ. ജയ്ക്ക് പറയൂ. അപ്പൊ ബഹുമാനിയനായ യൂത്ത് കോൺഗ്രസ് പ്രതിനിധിക്ക് ഞാൻ സംവദിച്ചിട്ടുള്ള കാര്യങ്ങളെ ഉൾക്കൊള്ളാൻ പറ്റാതെ വന്നപ്പോൾ അദ്ദേഹം എന്റെ പേരോ എന്റെ മറ്റേതെങ്കിലും പദപ്രയോഗമോ അല്ല നടത്തുന്നത്. അദ്ദേഹം എന്നെ നീയെന്നും ഇവനെന്നും ഒക്കെയാണ് വിളിക്കുന്നത്. അങ്ങ് എന്തെന്നെ വിളിച്ചാലും ബഹുമാന്യനായ യൂത്ത് കോൺഗ്രസ് പ്രതിനിധി റിജുൽ മാക്കുറ്റി അങ്ങ് എഴുതി വെച്ചു, ഞാൻ അങ്ങയെ തിരികെ നീയെന്ന് വിളിക്കില്ല. ഞാൻ അങ്ങ് എന്ത് അധിക്ഷേപവും ആക്ഷേപവും എന്റെ നേർക്ക് ചൊരിഞ്ഞാലും ഞാൻ അങ്ങയെ ഇവൻ, നീ ആര്, ഇവൻ ആര് എന്ന് ഞാൻ തിരികെ അങ്ങോട്ട് പറയില്ല. കാരണം എന്താണ്? കാരണം ഒരൊറ്റ കാര്യമാണ് ശ്രീ റിജുൽ മാക്കുറ്റി. ഞാൻ രാഷ്ട്രീയം പഠിച്ചത് വയനാട്ടെ ദൈനതയുള്ള മനുഷ്യരുടെ ജീവിതത്തെ ചൂണ്ടിക്കാട്ടി പണം പിരിച്ച് പുട്ടടിക്കുന്ന, ഇപ്പോൾ ആശുപത്രിയിൽ കിടക്കുന്ന നമുക്ക് ഈ വിഷയത്തിലേക്ക് വരാം. നമുക്ക് ഈ വിഷയത്തിലേക്ക് വരാം. നമ്മൾ ഈ വിഷയത്തിൽ സംസാരിക്കുകയാണല്ലോ. രണ്ടുപേരും സംസാരിച്ചാൽ ആർക്കൊന്നും വ്യക്തമാകില്ല. ഒരു നിമിഷം റിജിൽ, ഒരു നിമിഷം റിജിൽ, ഒരു നിമിഷം. വയനാട്ടിനകത്ത് പറഞ്ഞ വീട് വെച്ചു കൊടുക്കാൻ ഞങ്ങൾ ചെയ്തു കൊടുക്കും. ശരി, ശരി റിജിൽ, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വേണ്ട. റിജിൽ, ഇങ്ങനെ ചർച്ച മുന്നോട്ട് പോകില്ലല്ലോ റിജിൽ. അല്ല, നിങ്ങൾ ഇങ്ങനെ സംസാരിച്ചാൽ ചർച്ച മുന്നോട്ട് പോകില്ല. റിജിൽ, ഒരു നിമിഷം, ഒരു നിമിഷം റിജിൽ. സ്ഥലം കണ്ടെത്തി വീടെടുത്ത് കൊടുക്കാൻ ശരി 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 തീരുമാനിച്ചെങ്കിൽ വയനാട്ടിലെ ആ 100 വീട് അവിടെ പൊന്തും. ശരി ശരി പൊന്താതിരിക്കില്ല. ശരി ശരി റിജിൽ, ശരി പണി തുടങ്ങുന്നത്. ശരി ജയ്ക്ക് അപ്പോൾ താങ്കൾ പറഞ്ഞു. വർത്താനം പറയണ്ട. ശരി, വർത്താനം പറയണ്ട. ശരി ശരി പുട്ടടിച്ചതൊക്കെ കഥ ഒരുപാട് ഡിവൈഎഫ്ഐയിലുണ്ട്. ശരി ശരി വിഷയത്തിൽ നിന്ന് മാറിപ്പോകല്ലേ പേടിപ്പിക്കണ്ട റിജിൽ, ഒരു നിമിഷം. വിഷയത്തിൽ നിന്ന് മാറിപ്പോലെ ജയ്ക്ക്. അപ്പോൾ ഈ പോലീസിന്റെ ലാത്തിയടി, അത് ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ആ ലാത്തിയടിയെ താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ? ഒറ്റ മിനിറ്റ്. അദ്ദേഹം ഇത്രയും അധിക്ഷേപം ചൊരിഞ്ഞല്ലോ, ഞാൻ തിരിച്ച് അധിക്ഷേപിക്കില്ല. ആങ്കർ പേടിക്കണ്ട, ഞാനായിട്ട് ഈ ചർച്ച അലമ്പാക്കില്ല. മനുഷ്യത്വ വിരുദ്ധമായ ഒരു വാക്കൊരു പ്രയോഗം, ഒരു ഉച്ചാരണം ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി എന്ന നിലയിൽ എന്റെ ഭാഗത്തൊന്നും ഉണ്ടായില്ല. അദ്ദേഹം എത്രയെന്ന് അവനെന്ന് വിളിച്ചാലും എത്രയെന്നെ നീ എന്ന് വിളിച്ചാലും. പിന്നെ അദ്ദേഹം പറഞ്ഞു വരിക അദ്ദേഹത്തിന്റെ അറിയാതെ പറഞ്ഞതാണെന്ന് എനിക്കറിയില്ല. വയനാടെന്നൊന്നും പറഞ്ഞ് എന്നെ പേടിപ്പിക്കണ്ട. വയനാടെന്ന് പറഞ്ഞിട്ട്, വയനാടെന്ന് ഞാൻ പറയുമ്പോൾ യൂത്ത് കോൺഗ്രസ് എന്തിനാ പേടിക്കാൻ നിൽക്കുന്നത്? ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ പേടിക്കാൻ നിൽക്കാൻ മാത്രം വില കുറഞ്ഞ ആളുകളാണ് യൂത്ത് കോൺഗ്രസ്. അങ്ങേക്ക് എങ്ങനെ ധാരണ ഉണ്ടെങ്കിൽ അങ്ങ് പറഞ്ഞാൽ മതി. ഞാൻ സത്യസന്ധമായി മറുപടി പറയൂ. വിഷയത്തിലേക്ക് പോവല്ലേ റിജിൽ, ആ വിഷയത്തിലേക്ക് ഇനി പോകല്ലേ. താങ്കളിലേക്ക് വരാം. ഇത് മര്യാദയാണോ അദ്ദേഹത്തോട് ചോദിക്കേ. ഒരു നിമിഷം റിജിൽ, താങ്കൾ ദയവായി ക്ഷമിക്കൂ. താങ്കളിലേക്ക് വരാം, താങ്കൾക്ക് അവസരമുണ്ടല്ലോ. ഇതിന് മറുപടി പറയൂ ജയ്ക്ക്. ആ ലാത്തിയടിയെ താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ? അല്ല, തീർച്ചയായിട്ടും അദ്ദേഹം പരാമർശിച്ച പരാമർശങ്ങൾക്ക് അങ്ങ് മറുപടി പറയില്ല എന്നുള്ളത് കൊണ്ടാണ്, സ്വാഭാവികമായി അങ്ങയുടെ ഉത്തരവാദിത്വമല്ല എന്റെ ആണെന്നുള്ളത് കൊണ്ടാണ് മാന്യമായും പരിമിതമായ നിലയിൽ ഞാൻ അതിന് മറുപടി പറയാൻ ശ്രമിച്ചത്. ഇരിക്കട്ടെ, ഞാൻ ഇനി വയനാടൊന്നും മിണ്ടൂല. യൂത്ത് കോൺഗ്രസ് പ്രതി ഈ ചർച്ചയിൽ തുടരണം. ഞാൻ വയനാടെന്നോ ഫണ്ട് തട്ടിപ്പെന്നോ പുട്ടടിച്ചു എന്നോ സത്യസന്ധമായി ദയവ് ചെയ്ത് ഈ ചർച്ചയിൽ തുടരണം. പിന്നെ രണ്ടാമത് ഈ മറുപടിയുണ്ട്. ആ മറുപടി ഉള്ളത് കൊണ്ട് ഞാൻ വയനാടൊന്നും മിണ്ടില്ല. ജയ്ക്കൊന്ന് പറഞ്ഞു കഴിയട്ടെ. ഞാൻ വയനാടൊന്നും മിണ്ടൂല. ശരി, പറയൂ ജയ്ക്ക്, പറയൂ. അങ്ങ് ധൈര്യമായിട്ടിരിക്കെ. ഞാൻ വയനാടെന്നോ ഫണ്ടെന്നോ യൂത്ത് കോൺഗ്രസ് ചോദ്യത്തിന് മറുപടി പറയൂ. സത്യസന്ധമായി ഞങ്ങൾക്ക് ഭയമില്ല. അപ്പൊ പിന്നെ ഞങ്ങൾക്ക് ഭയമില്ല. മടിയിൽ കനമുള്ളവനെ ഭയക്കും. ശ്രീ റിജിൽ, ഇങ്ങനെ നിങ്ങൾ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരുന്ന ചർച്ച മുന്നോട്ട് പോകില്ലല്ലോ. സ്വർണം മറുപടി ലാത്തിയടിയെ താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ളതായിരുന്നു ചോദ്യം. താങ്കൾ അതിന് മറുപടി പറയൂ, എന്നിട്ട് അടുത്തയാളിലേക്ക് പോകാം. വിഗ്രഹത്തിലെ സ്വർണം പോലും മോഷ്ടിക്കുന്നവരല്ലേ ആ മോഷ്ടാക്കൾ. ആ വിഷയത്തിലേക്ക് റിജിൽ, നമ്മൾ ഈ വിഷയം സംസാരിക്കുമല്ലേ? പറയൂ. തെളിവല്ലേ താങ്കൾ പറയൂ. കേരളത്തിലെ ഹൈക്കോടതിയാ പറഞ്ഞത് അവിടെ മോഷണം മോഷ്ടിച്ചതാണ് ഗവൺമെന്റ് ആണ്. ഒരു നിമിഷം റിജിൽ, ശ്രീ റിജിൽ മാക്കുറ്റി ഒരു നിമിഷം. താങ്കൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ എങ്ങനെയാണ് ഒരു ചർച്ച മുന്നോട്ട് പോകുക? ശ്രീജിൽ, താങ്കൾ ദയവായി ശ്രമിക്കൂ. താങ്കൾക്ക് വരുമ്പോൾ ഇതൊക്കെ സംസാരിച്ചോളൂ. ഇപ്പോൾ ഇതിനുള്ള മറുപടി പറയൂ ശ്രീജയ്. തീർച്ചയായിട്ടും ഞാൻ മറുപടി പറയാൻ തയ്യാറായി തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ അദ്ദേഹം ഏകപക്ഷീയമായ ഒരു പ്രഭാഷണം വന്നതുപോലെ ചർച്ചയെ. അപ്പൊ അങ്ങ് ചോദിക്കുന്നു, ഇത്തരത്തിൽ നേരിയ തോതിലെങ്കിലും ഒരു ലാത്തിയടി, അങ്ങനെ ഒരു ലാത്തിയടിയെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അപലപരികയോ അല്ലേ?
തീർച്ചയായിട്ടും ഞാൻ പറയാം, ജനാധിപത്യ വിരുദ്ധമായ നിലയിൽ ഏത് ഭരണകൂട സംവിധാനങ്ങളും പോലീസോ CRPF മിലിറ്ററിയോ ആരുമാവട്ടെ, ഏത് ഭരണകൂട സംവിധാനങ്ങളും ജനാധിപത്യ വിരുദ്ധമായിട്ടാണ് ഇടപെട്ടിട്ടുള്ളതെങ്കിൽ അതിനെയൊക്കെ ഞങ്ങൾ തള്ളിക്കളയും. അതിനെയൊക്കെ അർഹിക്കേണ്ട വിമർശനാത്മകമായ നിലയിൽ തന്നെ ഞങ്ങൾ പരിശോധിക്കാനും വിമർശിക്കാനും തയ്യാറാകും. പക്ഷെ ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നു, അവിടെ ഇതിനോടകം പരിക്കേറ്റിട്ടുള്ള ഒരു DYSPമാരുണ്ട്, പോലീസുകാരുണ്ട്. ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്നതിന് തൊട്ട് മുമ്പായിട്ട് കാണാൻ കഴിഞ്ഞ വാർത്ത, അതായത് ഇതിന് തൊട്ട് ചേർന്ന് തന്നെ IRBയിൽ ഉണ്ടായിരുന്ന വിനോദ് ചന്ദ്രൻ, അദ്ദേഹത്തിന്റെ കാഴ്ച 95% നഷ്ടമായിരിക്കുന്നു. അങ്ങൊന്ന് പരിശോധിച്ച് നോക്ക്. വടകര MP-യുടെ അത്ര പ്രാധാന്യം വിനോദ് ചന്ദ്രന് കൊടുക്കണ്ട. ഒരു മനുഷ്യന്റെ കാഴ്ച കല്ലെറിഞ്ഞ് UDF പ്രവർത്തകർ 95% നശിപ്പിച്ചത് എന്തുകൊണ്ട് കേരളത്തിലെ മാധ്യമങ്ങളിൽ ഒരു സ്ക്രോൾ ന്യൂസ് ആയി പോലും പ്രത്യക്ഷപ്പെടുന്നില്ല? അപ്പൊ അതിനെക്കുറിച്ച് കൂടെ ചർച്ച ചെയ്യണ്ടേ? ലാത്തിച്ചാർജ് ജനാധിപത്യ വിരുദ്ധമെങ്കിൽ ജനാധിപത്യ വിരുദ്ധമെന്ന് 1000 തവണ പറയുകയും വിമർശിക്കുകയും വേണം. പക്ഷെയോ അപ്പുറത്തു നിൽക്കുന്ന ക്രമസമാധാന പാലനം ഉറപ്പാക്കാൻ ശ്രമിച്ച ഒരു മനുഷ്യന്റെ കണ്ണിന് കല്ലെറിഞ്ഞ് 95% അദ്ദേഹത്തെ ആഗോള തസ്കര അലവലാതി സംഘത്തെ എന്ത് ചെയ്യണം? ശരി, വ്യക്തമാണ്. ഞാൻ അടുത്ത അതിലേക്ക് പോട്ടെ. ശ്രീ ജോൺ മുണ്ടക്കയം, ഇപ്പോൾ ഇത് വലിയൊരു രാഷ്ട്രീയ വിവാദമായി മാറുന്നുണ്ടല്ലോ, ആരോപണ പ്രത്യാരോപണങ്ങളുണ്ട്, ഒരുപാട് രാഷ്ട്രീയ സമരങ്ങളൊക്കെ കണ്ട ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് താങ്കൾ എങ്ങനെയാണ് ഈ സമരത്തെ, ഇപ്പോഴത്തെ വിവാദത്തെ കാണുന്നത്? ശ്രീ ജോൺ മുണ്ടക്കയം. സ്വാഭാവികമായിട്ടും ഈ രാഷ്ട്രീയ സംഘർഷങ്ങൾ ഉണ്ടാകുന്ന സ്ഥലത്ത് പോലീസിനെ പ്രകോപിപ്പിക്കാനായിട്ട് സമരം ചെയ്യുന്നവർ, ഇപ്പോൾ ഇവിടെ തന്നെ ചർച്ചയിൽ പങ്കെടുക്കുന്ന റിജിൽ മാങ്കൂട്ടവും ജയിക്കുമൊക്കെ ഒട്ടേറെ സമരങ്ങളിൽ പങ്കെടുത്തിട്ടുള്ളവരാണ്. അവർക്കൊക്കെ അറിയാതെ വളരെയധികം പ്രകോപിപ്പിക്കാനായിട്ട് ശ്രമിക്കും. പോലീസ് വളരെ പെട്ടെന്ന് പ്രകോപിതരാകുകയോ ആകാതിരിക്കുകയോ ചെയ്യും. പോലീസിന് വേണമെങ്കിൽ വളരെ നിയന്ത്രിതമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്നുള്ളതിന് ഒട്ടേറെ ഉദാഹരണങ്ങളുണ്ട്. പക്ഷെ ഇവിടെ പോലീസ് എന്തുകൊണ്ട് ഇത്രമാത്രം പ്രകോപിതനുമായി ഇത്രമാത്രം ഒരു MP, അതും ഷാഫി പറമ്പലിനെ പോലെ എല്ലാവർക്കും അറിയാവുന്ന ഏറ്റവും പരിചിതനായ ഒരു മുഖമുള്ളൊരു MP-യാണ് ഷാഫി പറമ്പിൽ. അപ്പോൾ അദ്ദേഹത്തെ ആക്രമിച്ചു, അദ്ദേഹത്തെ തല്ലി എന്നുള്ളത് വിഷ്വൽ വളരെ വ്യക്തമാണ്. അപ്പോൾ ഷാഫി പറമ്പലിനെ തല്ലാൻ വേണ്ടിയുള്ള എന്ത് പ്രകോപനം അവിടെ ഉണ്ടായെന്നുള്ളത് ഇപ്പോഴും വ്യക്തമല്ല. അപ്പം എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പോലീസിന് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തുന്നതിന് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മർദ്ദനങ്ങൾ നടത്തുന്നതിന് ഒരു 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 ക്ലിയറൻസ്, ഒരു മുകളിൽ നിന്നൊരു നിശബ്ദമായ ഒരു അനുമതി കിട്ടി എന്നുള്ള തോന്നൽ വാസ്തവത്തിൽ എന്തായാലും ജനങ്ങൾക്കുണ്ട്. അതിന് ഏറ്റവും ഉദാഹരണം മുഖ്യമന്ത്രി തന്നെ ഒരിക്കൽ പറഞ്ഞല്ലോ, ഇത് പിന്നെ ജീവൻ സംരക്ഷണമാണ്. അദ്ദേഹത്തിന് മുന്നിൽ വെച്ച് ഒരാളെ മർദ്ദിച്ചപ്പോൾ അദ്ദേഹം അങ്ങനെ പറഞ്ഞു നൽകിയ സന്ദേശം എന്താണെന്ന് വെച്ചാൽ, പോലീസിന് എന്തെങ്കിലും പോലീസ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തിയാൽ, മർദ്ദിച്ചാൽ, നേതാക്കളെ തല്ലിയാൽ അതിനെ സംരക്ഷിക്കും എന്നുള്ള ഒരു സൂചന മുകളിൽ നിന്ന് കിട്ടുന്നു. ഇപ്പം ഈ വടകരയിലെ തെരഞ്ഞെടുപ്പിന് ശേഷം നമുക്കറിയാം, ഷാഫി പറമ്പിൽ CPM-ന്റെ ഒരു ടാർഗറ്റാണ്. കാരണം ആ വിജയം ഒരിക്കലും CPM-ന് താങ്ങാൻ പറ്റുന്ന വിജയമല്ല. അത്ര വലിയ 1 ലക്ഷം വോട്ടിന് ഭൂരിപക്ഷത്തിൽ വടകരയിൽ നിന്ന്, അത് CPM-ന്റെ കോട്ടയായ വടകരയിൽ നിന്ന് ഒരു കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ ജയിച്ചു എന്നുള്ളത് വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് അത് തോൽപ്പിക്കാൻ വേണ്ടി ഒരു എല്ലാ മാർഗവും സ്വീകരിച്ചു. ഷാഫി പറമ്പിൽ ജയിച്ചു. പക്ഷെ അതിനുശേഷം ഇങ്ങോട്ട് നമുക്ക് നോക്കിയാൽ അറിയാം, പാലക്കാട്ടും അതിനുശേഷം പിന്നീട് നടന്ന ഇലക്ഷനിലുമെല്ലാം ഈ ഷാഫി പറമ്പലിനെ വല്ലാതെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത്തരത്തിലുള്ള സംഭവങ്ങളെല്ലാം സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണ്. ഏതൊരവസരം കിട്ടിയാലും രാഷ്ട്രീയ പാർട്ടികൾ, പ്രത്യേകിച്ച് പ്രതിപക്ഷം, അതും പരമാവധി മുതലെടുക്കാൻ ശ്രമിക്കും. ആ മുതലെടുക്കാനുള്ള ശ്രമമൊക്കെ ഇവിടെ ഉണ്ടാവും. പക്ഷേ ഷാഫി പറമ്പിലിനെ പോലീസ് കൈകാര്യം ചെയ്യുന്നത് കണ്ടാൽ, അല്ലെ പോലീസ് ഇടപെടുന്നത് കണ്ടാൽ പലപ്പോഴും നമുക്ക് തോന്നും ഷാഫി പറമ്പിലിനെ ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ളത്. അത് തീർച്ചയായിട്ടും കോൺഗ്രസിന്റെ പ്രവർത്തകരിലെ, പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരിലൊക്കെ വളരെയേറെ ഒരു വികാരമുണ്ടാക്കിയിട്ടുണ്ട്. അത് റിജിൽ മാങ്കൂട്ടത്തിന്റെ ആ ഒരു വികാര പ്രകടനത്തിൽ നിന്നൊക്കെ ഞാൻ മനസ്സിലാക്കുന്നതാണ്. അവർക്ക് അത് ഷാഫി പറമ്പലിനെതിരായിട്ട് തുടർച്ചയായിട്ട് ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള ആക്രമണത്തിൽ അവർക്ക് അങ്ങേയറ്റത്തെ എതിർപ്പും പ്രതിഷേധവുമുണ്ട്. അപ്പം അതിനെയൊക്കെ ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ അതിനെയൊക്കെ ന്യായീകരിക്കുക. ഇപ്പൊ ഇന്ന് തന്നെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത്, സംഘർഷം ഉണ്ടാകുന്നിടത്ത് എന്നാൽ തല്ലുകൊള്ളും, ഞങ്ങളൊക്കെ തല്ലുകൊണ്ടിട്ടുണ്ട്. ആ രീതിയിലാണ് ഒരു സംസ്ഥാന നേതാവ്, പ്രത്യേകിച്ച് MP ഗോവിന്ദനെ ഒരാൾ പറയേണ്ടതെന്നുള്ള ചോദ്യമാണ്. അപ്പം സത്യത്തിൽ ഇതിനെ അപലപിക്കുകയാണ് വേണ്ടത്. MP, ഒരു പാർലമെന്റ് അംഗത്തെ, ഇത്രമാത്രം അറിയപ്പെടുന്ന ഒരു നേതാവ്, ഇത്രമാത്രം ജനകീയനായ ഒരു നേതാവിനെ പോലീസ് തല്ലുമ്പോൾ ആ തല്ലിനെ വളരെ പരിഹാസ രൂപത്തിൽ ന്യായീകരിക്കുന്നതിന് പകരം ആ തല്ലിനെയെങ്കിലും അപലപിക്കുക. പോലീസ് അങ്ങനെ ചെയ്തത് ശരിയായില്ല, പക്ഷേ അത് ശരിയായില്ല എന്ന് പറഞ്ഞിട്ട് അതിനെ
ന്യായീകരിക്കാം, ഇവര് പ്രകോപനം ഉണ്ടാക്കിയതാണെന്ന് എന്തോ പറയാം. പക്ഷെ അതല്ല, ഈ സംഘർഷ സ്ഥലത്ത് വന്നാൽ തല്ലുകൊള്ളും എന്ന് പറയുന്നത് ഒരു കടന്നു കൈയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. താങ്കൾ തുടരുക ശ്രീ ജോൺ മുണ്ടക്ക. ഇപ്പോൾ ശ്രീ സി ആർ നീലകണ്ഠൻ കൂടി ചേരുന്നു. സി ആർ നീലകണ്ഠൻ, അത്തരം ഒരു സ്ഥലത്ത് ഈ പോലീസ് നടപടിയിൽ ഈ പോലീസിന് വീഴ്ച ഉണ്ടായോ? പ്രത്യേകിച്ച് ഒരു ജനപ്രതിനിധി അവിടെ നിൽക്കുന്നു, ഒരു MP അവിടെ നിൽക്കുന്നു. ഈ ലാത്തി ഏത് തരത്തിൽ പ്രയോഗിക്കണമെന്നുമായി ബന്ധപ്പെട്ട് 2024 ഈ സർക്കാരിന്റെ കാലത്ത് തന്നെ ഒരു നിർദ്ദേശം പുറത്തു വന്നതാണ്. 2024 മെയ് മാസത്തിലാണത്. അത് നിയമസഭയിൽ ഒരു ചോദ്യത്തിന് മറുപടിയായി മുഖ്യമന്ത്രി പറയുകയും തൊട്ടു പിന്നാലെ ആഭ്യന്തര വകുപ്പിന്റെ ഉത്തരവായി അത് പുറത്തു വരികയും ചെയ്തു എന്നൊക്കെ നമ്മുടെ മുൻപിൽ രേഖകളുണ്ട്. അത് തലക്കടിക്കരുത് പോലീസ് എന്നുള്ളതാണ്. ഇവിടെ പക്ഷേ ലാത്തിയടിയിൽ അതെല്ലാം മറന്നു പോകുന്നുണ്ട്. അപ്പോൾ പോലീസിനൊരു വീഴ്ചയുണ്ടായിട്ടുണ്ട് അവിടെ വിഷയം കൈകാര്യം ചെയ്യുന്നതിൽ എന്നുള്ള വാദത്തോട് താങ്കൾ യോജിക്കുമോ ശ്രീ സി ആർ നീലകണ്ഠൻ? ഉന്മേഷ്, നമ്മൾ ഇന്ന് ആ ദൃശ്യങ്ങൾ കണ്ടാൽ ഒരു സംശയമില്ല, നേരത്തെ ഉന്മേഷ് തന്നെ ഉദ്ധരിച്ച 2024 പോലീസിന്റെ ഉത്തരവ് തലക്കടിക്കാൻ പാടില്ല, അതുപോലെ മറ്റേ മർമ്മപ്രധാനമായ സ്ഥലങ്ങളിൽ പോലീസ് അടിക്കാൻ പാടില്ല എന്നൊക്കെയുള്ള എല്ലാ ഉത്തരവുകളും ലംഘിച്ചുകൊണ്ട്, പോലീസിനെ ലംഘിച്ചുകൊണ്ടാണ്. പക്ഷെ ഇതിൽ എനിക്കൊരു അത്ഭുതമില്ല. കാരണം നമ്മുടെ നാട്ടിലൊരു പൊതു സ്വഭാവം, രാഷ്ട്രീയ എതിരാളികൾക്കാണ് അടി കിട്ടുന്നതെങ്കിൽ നമുക്ക് ഒരു വിഷമവും ഇല്ല. നേരത്തെ പറഞ്ഞു TP ചന്ദ്രശേഖരനെ കൊന്നപ്പോൾ CPM ഒരു വിഷമം ഉണ്ടായില്ലല്ലോ, ഉണ്ടാവില്ല. അതുപോലെ കൂത്തുപറമ്പ് വെടിവെച്ചപ്പോൾ UDF-കാർക്ക് വല്ല വിഷമം ഉണ്ടായോ? ഒന്നുമില്ലല്ലോ. അന്ന് കൂത്തുപറമ്പ് വെടിവെപ്പിനെ ന്യായീകരിക്കുകയാണ് അന്നത്തെ ഗവൺമെന്റ് ചെയ്തത്. അതങ്ങനെ ചെയ്യൂ. ഇപ്പൊ നേരത്തെ ജോൺ മുണ്ടക്കയം പറഞ്ഞു ജീവൻ രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞു, മുഖ്യമന്ത്രി അതിനെ ന്യായീകരിക്കുന്നു. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ ഒരു ഇടതുപക്ഷ സർക്കാരാണെന്നാണ് അവകാശപ്പെടുന്നത്. ഇടതുപക്ഷം എപ്പോഴും പറയുന്നത് ഞങ്ങൾ പോലീസിനെ ഭരണകൂടത്തിന്റെ മർദ്ദനോപകരണമായാണ് കാണുന്നതെന്നാണ്. കാറൽ മാർക്സ് മുതൽ ഇങ്ങോട്ടുള്ള ആളുകളൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. തീർച്ചയായിട്ടും ആണ്. മർദ്ദനോപകരണമാണെങ്കിൽ അതല്ലാതെ പരമാവധി നിയന്ത്രിക്കലാണ് ജോലി. അതാണ് ഇടതുപക്ഷ രാഷ്ട്രീയം. ആ രാഷ്ട്രീയമാണ് ഇവിടെ നഷ്ടപ്പെട്ടത്. ഇവിടെ പോലീസ് തെരഞ്ഞു പിടിച്ച്, ഞാനിത് സംശയമൊന്നും വേണ്ട, ഷാഫിയെ തെരഞ്ഞു പിടിച്ച് അടിച്ചതാണെന്നുള്ള കാര്യത്തിൽ ജയിക്കിന് പോലും സംശയം ഉണ്ടാവില്ല. ഇപ്പോ അദ്ദേഹം സമ്മതിക്കില്ലെങ്കിൽ പോലും. കാരണം ആ ദൃശ്യം കണ്ടാൽ അറിയാം, അത് തലയ്ക്കും മൂക്കിനും അടിക്കുക എന്ന് പറഞ്ഞാൽ അതാണ് അവിടെയുള്ള പ്രശ്നം. ഞാൻ പറഞ്ഞത് ഒരു ഗവൺമെന്റ് പോലും ഇല്ലാതാവുന്ന തരത്തിൽ. ഇപ്പോ നന്ദിഗ്രാമിലൊക്കെ വന്ന ഒരു വലിയ പ്രശ്നം എന്താ? നന്ദിഗ്രാമിൽ ബാക്കി ഭൂമിയുടെ ഒന്നും ആയിരുന്നില്ല വിഷയം. പോലീസ് അക്രമത്തിൽ ആളുകൾ വലിയ തോതിൽ, അതായത് അവിടെ പറഞ്ഞത് DYFI-ക്കാര് CPM-കാര് പോലീസിന്റെ വേഷോട്ട് വന്ന് ആക്രമിച്ചു എന്നാണ്. ഞാൻ പറഞ്ഞു അത് ശരിയോ തെറ്റോ ആവാം, ഇല്ലാതാവാം. പക്ഷെ അങ്ങനെയാണ് പൊതുവായി മധ്യത്തിൽ വന്നത്. ഗവൺമെന്റ് സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ രാഷ്ട്രീയമാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് പോലീസ് ഇങ്ങനെ കൈവിട്ട് പെരുമാറാൻ പാടില്ല, അങ്ങനെ ചെയ്ത പോലീസുകാർക്കെതിരെ നടപടിയെടുക്കണം എന്ന് പറയണം. നടപടിയെടുക്കണം, അവരെ എന്ത് ചെയ്യണമെന്ന്. പക്ഷെ അങ്ങനെയല്ല. നമ്മുടെ നാട്ടിൽ ഇരട്ട നീതിയാണ് ഉന്മേഷേ, ഇരട്ട നീതിയാണെന്നുള്ളതിന് നൂറുകണക്കിന് ഉദാഹരണങ്ങളുണ്ട്. ഇപ്പൊ ഞാൻ പറയാം, ഏറ്റവും വർഗീയമായ പ്രചരണം നടത്തിയ വെള്ളാപ്പള്ളി നടേശനെതിരെ ഒരു FIR ഇടാൻ പറ്റുമോ? ഇടാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇവിടുത്തെ BJP നേതാക്കന്മാര്, അല്ലെങ്കിൽ കാശ്മീരിൽ നിന്ന് വോട്ടുകൊണ്ടിരുന്നു പറഞ്ഞ ഗോപാലകൃഷ്ണൻ, ഇവർക്കെതിരെ ഒരു FIR ഇടാൻ പറ്റില്ല. നേരെ മറിച്ച് സർക്കാരിനെ വിമർശിക്കുന്ന ഏതെങ്കിലും ഫേസ്ബുക്ക് പോസ്റ്റ് ലൈക്ക് ചെയ്താൽ അല്ലെങ്കിൽ ഷെയർ ചെയ്താൽ നിങ്ങളെ പ്രതിയാക്കാം, ജയിലിലാക്കാം. ഇവിടെ രണ്ടു തരം നീതിയുണ്ട്. ആ രണ്ടു തരം നീതി ഇടതുപക്ഷത്തിനും സ്വീകാര്യമാണ്. അതാണ് പ്രശ്നം. ഇടതുപക്ഷവും ഈ ഇരട്ട നീതിയെ അംഗീകരിക്കുന്നു. ഞങ്ങൾക്ക് ഞങ്ങളുടെ നീതി, നിങ്ങൾക്ക് നിങ്ങളുടെ നീതി. അവിടെ ആണ് ഇടതുപക്ഷ സ്വഭാവം നഷ്ടപ്പെടുന്നു എന്ന് ഞാൻ പറയുന്നത്. ഇടതുപക്ഷ സ്വഭാവം നഷ്ടപ്പെടുമ്പോൾ പോലീസിനെ മർദ്ദനോപകരണമാക്കുകയാണ്, പാർട്ടിയുടെ ഉപകരണമാക്കുകയാണ്. ഒരുപക്ഷെ സോവിയറ്റ് യൂണിയനിലൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടാകും. പക്ഷെ ഒരു ജനാധിപത്യ സമൂഹത്തിൽ അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ, പാർട്ടിയുടെ ഉപകരണമാക്കുക. 1957 സർക്കാരിനെ ഏറ്റവും കൂടുതൽ വിമർശിച്ചത് അത് പാർട്ടി സെൽഭരണം കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞിട്ടാണ്. എന്നുവെച്ചാൽ പാർട്ടിക്ക് പോലീസിലുള്ള വലിയ തോതിലുള്ള സ്വാധീനം ഉണ്ടാകുന്നു. ആ സ്വാധീനം ഉപയോഗിച്ച് ഇപ്പോൾ അങ്കമാലി വെടിവയ്പ് അടക്കമുള്ള സംഗതികളിൽ വെടിവയ്പ് നടത്തുന്നു, അല്ലെങ്കിൽ 5 തെങ്ങ് വെടിവയ്പ് ഒക്കെ അന്നത്തെ ചരിത്രങ്ങളാണ്. ആ ഗവൺമെന്റ് മുതൽ അന്ന് വളരെ കൃത്യമായൊരു നിലപാട് അത് അന്ന് എടുത്തിട്ടുണ്ട്. ഇടതുപക്ഷം ഒരു നിലപാട് എടുത്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഇപ്പൊ പോയി. അതാണ് നേരത്തെ ഉന്മേഷ് പറഞ്ഞ് 24 മെയ്യിലെ ഉത്തരവിന്റെ കാര്യം. ആ ഉത്തരവ് സഹിക്കാൻ വയ്യാതെ ചെയ്തതാണ്. പക്ഷേ ഉത്തരവായിട്ട് കിടക്കും. മർദ്ദിക്കുമ്പോൾ പോലീസ് ഇതില്ല. ഇനി സഖാവ് MP ഗോവിന്ദ മാഷ്, അവിടെയാണ് അദ്ദേഹം ഇടതുപക്ഷക്കാരനാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം അദ്ദേഹത്തിന്റെ അഭിപ്രായം ഒരു ഇടതുപക്ഷ രാഷ്ട്രീയമേ അല്ല.
അത് തീർത്തും വലതുപക്ഷ രാഷ്ട്രീയമാണ് പറഞ്ഞത്. ശരി. പോയാൽ അടി കിട്ടുന്നത്. ഞാൻ ചോദിക്കട്ടെ, നാളെ ഭരണം മാറാം. ഇപ്പൊ ജയിക്കിനെ പോലെ ഒരാൾക്ക് ഞാൻ അടി കിട്ടണമെന്നല്ലാണ്ടോ ഒരു സമരത്തിൽ പങ്കെടുക്കും, അടി കിട്ടാം, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. എനിക്കും കിട്ടിയിട്ടുണ്ട് എന്റെ ചെറുപ്പത്തിലൊക്കെ, ഞാനും രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ കാലത്ത്. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത്, അടി കിട്ടിക്കഴിഞ്ഞാൽ MP ഗോവിന്ദ മാഷ് ഇങ്ങനെയാണോ പറയുക, ജയിക്ക് അവിടെ ആവശ്യമില്ലാത്തതിൽ പോയി അവിടെ പോയി അടി കിട്ടുന്നറിയാലോ, പിന്നെന്താ? അതോ ജയിക്കിന്റെ പാർട്ടി പ്രകടനം നടത്തും, ജയിക്കിന്റെ പാർട്ടി പ്രതിഷേധിക്കുമോ? കേരളത്തിൽ എത്ര പ്രതിഷേധങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്? CPM പ്രതിപക്ഷത്തിരിക്കുമ്പോൾ CPM നേതാക്കളെ മർദ്ദിക്കുമ്പോൾ കേരളം മുഴുവൻ കത്തുന്ന രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് അത് സ്വാഭാവികമാണ്, പ്രതിഷേധം ഉണ്ടാവും, തെരഞ്ഞെടുപ്പ് കാലമാണ്, ഉണ്ടാവും. പക്ഷെ അത് ഇരട്ട നീതിയാവരുത് എന്ന് ഞാൻ പറഞ്ഞു. ശരിയാ, നിലപാട് വ്യക്തമാണ് ശ്രീ CR നീലകണ്ഠൻ. ഇതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങൾ ഇന്നലെയും ഇന്നുമായൊക്കെ നടക്കുന്നുണ്ട്. വലിയ പ്രതിഷേധങ്ങൾ, നേതാക്കളുടെ ഇതുമായി ബന്ധപ്പെട്ട വാക്ശരങ്ങളൊക്കെ ഇന്ന് കേരളം കേട്ടതാണ്. KC വേണുഗോപാൽ, ഒപ്പം DCC അധ്യക്ഷൻ, കോഴിക്കോട് DCC അധ്യക്ഷനൊക്കെ പോലീസിനെ പേരെടുത്ത് പറഞ്ഞാണ് DYSP SP ഒക്കെ വിമർശിക്കുന്നത്. അവരുടെ വാക്കുകളിലേക്കൊന്ന് പോയതിനു ശേഷം എത്താം. മിസ്റ്റർ ബൈജു മോനെ, ആ കാക്കിക്കുപ്പായം അവിടെ വെച്ചിട്ടുണ്ടല്ലോ. ജീവിതാവസാനം വരെ പിണറായി മുഖ്യമന്ത്രിയാവുന്നുള്ള മോഹം ആരെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ 6 മാസം കഴിഞ്ഞാൽ നിങ്ങളെ ഞങ്ങൾ കാണും. LDF കൺവീനറുടെ മാനസപുത്രനായ ഒരു പോലീസ് ഓഫീസറാണ് ഇത് നേതൃത്വം കൊടുത്തത്. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, അദ്ദേഹത്തിന് നടപടി വന്നിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വീടിന് മുമ്പിൽ UDF സമരം ചെയ്യും. ശ്രീ റിജിൽ മാക്കുറ്റി, ഇപ്പോൾ ഒരു വലിയ പ്രതിഷേധമൊക്കെ നടക്കുമ്പോൾ ഇത്തരത്തിൽ പ്രസംഗിക്കുക, അത് ഒരുപക്ഷെ അണികളെ ആവേശഭരിതരാക്കാനൊക്കെ സ്വാഭാവികമാണ്. പോലീസിനെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടുള്ള വിമർശനമൊക്കെ. ഇന്നലെ ആ സംഘർഷമുണ്ടായ സ്ഥലത്ത്, അത് പ്രത്യേകിച്ച് മുതിർന്ന നേതാക്കളൊക്കെ എത്തുമ്പോൾ, അത് ആരുമായിക്കൊള്ളട്ടെ, അവർ കാണിക്കേണ്ട ഒരു രാഷ്ട്രീയ പക്വതയുണ്ടല്ലോ, ആ വിഷയം അത് പരിഹരിക്കുന്നതിന് വേണ്ടി അത്തരത്തിലൊരു ശ്രമം അത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായി എന്നൊരു ഉറപ്പുണ്ടോ താങ്കൾക്കും, ശ്രീ റിജിൽ മാക്കുറ്റി? തീർച്ചയായും ഞങ്ങളുടെ സംഘർഷത്തിലേക്ക് പോയതല്ല. ഞങ്ങൾക്കെതിരായി അവിടെ CPMകാര് കൊലവിളി മുദ്രാവാക്യം വിളിച്ച് പ്രകടനം നടത്തി. അപ്പോഴൊന്നും പോലീസ് ഇടപെട്ടില്ല. ഞങ്ങൾ പെർമിഷനും കിട്ടി ഞങ്ങളുടെ പ്രവർത്തകന്മാർ അവിടെ പ്രകടനം നടത്തുമ്പോഴാണ് ഇവർക്ക് പ്രശ്നം. ഈ പറയുന്ന ASP ഉണ്ടല്ലോ, ബൈജു എന്ന് പറയുന്ന ആള്, അയാളാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. അയാൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥനല്ല. അയാൾ കൊടിസുനിയുടെയും കിർമാണി മനോജിന്റെ ഒക്കെ ശിഷ്യനാണ്. അയാൾ DYFIയുടെയും അതോടെ CPMന്റെയും ചുവന്ന കുപ്പായ റെഡ് വളണ്ടിയർ ആണ്. ആ പണിയാണ് അയാൾ എടുക്കുന്നത്. അങ്ങനെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഈ നമ്മുടെ MBA, ഒരു KPCC വർക്കിംഗ് പ്രസിഡന്റ്, ജനപ്രതിനിധിയെ ഷാഫി പറമ്പിലിനെ ഈ രൂപത്തിൽ കൈകാര്യം ചെയ്യുമ്പോൾ അത് കേട്ടു നിൽക്കാനും കണ്ടു നിൽക്കാനും പറ്റില്ല. ഇത് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാർക്കെതിരെയാണ് ഈ അക്രമം. മാത്രമല്ല, നിങ്ങൾ നോക്കൂ, ഇതാ ഇവിടെ ഒരു നിയാസ് എന്ന് പറയുന്ന ഒരു സഹപ്രവർത്തകൻ ഗ്രനേഡ് പൊട്ടി അദ്ദേഹത്തിന് കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുകയാണ്. എത്ര ആളുകളാണ് അവിടെ പരിക്കേറ്റി വന്നിട്ടുള്ളത്. ഇപ്പൊ ഇടതുപക്ഷ പ്രതിനിധി പറയുന്നത് കേട്ടു, നിങ്ങൾ എന്തേ സർക്കാർ ആശുപത്രിയിൽ പോയില്ല, താലൂക്ക് ആശുപത്രിയിൽ പോയില്ല, പിന്നെ കയ്യിൽ നിന്ന് ഗ്രനേഡ് എറിയാൻ അറിയാതെ കയ്യിൽ നിന്ന് പൊട്ടിയ നിങ്ങളുടെ DYSP ഉണ്ട് ഷാഫി പറമ്പിൽ കിടക്കുന്ന ബേബി ഉമർ ഹോസ്പിറ്റലിന്റെ തൊട്ടടുത്ത്, എന്തേ അയാളെ കൊണ്ടുപോയില്ലല്ലോ നിങ്ങളുടെ സർക്കാർ ആശുപത്രിയിൽ? അയാൾക്ക് അത്ര വിശ്വാസമില്ലേ? ഷാഫി പറമ്പിൽ ഇവിടെ ബേബി ഉമർ ഹോസ്പിറ്റലിൽ വന്ന് ചികിത്സ എടുത്തതാണ് പ്രശ്നം. നിങ്ങളെ പോലീസുകാരും അവിടെ ബേബി ഉമർ ഹോസ്പിറ്റലാണ്. ഞാൻ ഇന്നലെ ആ സംഘർഷം നടന്നപ്പോൾ ഈ സമയം വരെ ഞാൻ ബേബി ഉമർ ഹോസ്പിറ്റലിൽ നിൽക്കുന്ന ഒരാളാണ്, ഞാൻ കണ്ട ഒരാളാണ്. ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ മുഴുവൻ അവിടെ ഉണ്ടല്ലോ. എന്തേ മെഡിക്കൽ കോളേജ്, കോഴിക്കോട് മെഡിക്കൽ കോളേജ് കൊണ്ടുപോകുന്നത്? എന്തേ പേരാമ്പ്ര ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്? അവിടെ വലിയ എക്യുപ്മെന്റ്സും സംവിധാനവും സർജറിക്ക് ആവശ്യമായ സൗകര്യം ഉള്ളതുകൊണ്ടാണോ? നിങ്ങളെ ആശുപത്രിയിൽ ആരാ ജീവൻ ഭയമുള്ള ആള് പോവോ നിങ്ങൾ വീണ ജോർജിന്റെ ആശുപത്രിയിൽ എന്നിട്ട് ന്യായീകരിക്കുന്നത്? അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. കേരളത്തിന്റെ രാഷ്ട്രീയ രംഗത്ത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ അമ്പലം വിഴുങ്ങികളും അമ്പലം കള്ളന്മാരും സ്വർണ്ണക്കള്ളന്മാരുമായി ദേവന്റെ മുതൽ പോലും മോഷ്ടിക്കുന്ന കാട്ടുകള്ളന്മാർ ഈ നാട് ഭരിക്കുമ്പോൾ, ജനങ്ങൾ വിശ്വാസികൾ ഇവർക്കെതിരെ പ്രതികരിക്കുമ്പോൾ, ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും എന്ത് തടി തപ്പാൻ പറ്റുമോ, വാർത്ത മാറ്റാൻ പറ്റുമോ എന്നുള്ളതിന്റെ ഭാഗമായാണ് വളരെ ആസൂത്രിതമായി ഇന്ന് ഷാഫി പറമ്പിൽ നേരെ അക്രമം നടത്തിയത്. ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു, ആ പോലീസുകാരോട് നിയമപരമായി ഇത് തൊപ്പിബോധ കേസ് തന്നെയാ. നമ്മുടെ മീശ മാധവനിൽ സലീം കുമാർ പറയുന്നുണ്ട്, ഇത് തൊപ്പിബോധ കേസാ മോനെ എന്ന് പറയുന്ന പോലെ ഈ പറഞ്ഞവനെയൊക്കെ തന്നെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാനും, ഞങ്ങൾക്ക് അനാവശ്യമായി നടത്തിയവരെ നിയമപരമായി നടപടി സ്വീകരിച്ചില്ലെങ്കിൽ കായികമാണെങ്കിൽ കായികമായി കൈകാര്യം ചെയ്യേണ്ടി വരും. ഞങ്ങൾ അക്രമത്തിന് കോപ്പൂട്ട് നാടല്ല. പക്ഷെ ഇത് സഹിക്കാൻ പറ്റില്ല. ഇത് കുറെയായി. എത്ര ആളുകളെ ചെറുപ്പക്കാരുടെ തലതല്ലി പൊളിച്ചു ഈ സർക്കാർ ഭരിക്കുമ്പോൾ? എത്ര ചെറുപ്പക്കാരുടെ ക്രൂരമായി ആക്രമിക്കപ്പെട്ടു ഈ പോലീസിന്റെ ഭാഗത്തുനിന്ന്? ഞങ്ങളുടെ ഒരു MPക്ക് പോലും സ്വസ്ഥമായി അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ പോകാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഇത് ഗുണ്ടാരാജോ? പിണറായി വിജയൻ തറവാട്ട് സ്വത്ത് എഴുതി കൊടുത്തതാണ് കേരളം.
ഈ പോലീസിനെ വെച്ച് എല്ലാവരും അടിച്ചൊതുക്കാമെന്നാണോ നിങ്ങൾ കരുതുന്നത്? മാത്രമല്ല ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ പോലീസ് എന്ന് പറയുന്ന സംവിധാനം ഉണ്ടല്ലോ, ആ പോലീസ് എന്ന് പറയുന്ന സംവിധാനത്തിനകത്ത് നിൽക്കുന്ന ആളുകളെ കുറിച്ച് നിങ്ങൾ പരിശോധിക്കണം. ഇവരുടെ PSC പരീക്ഷയിൽ വരുന്ന ആളുകൾ, ഈ പറയുന്ന ഞങ്ങളുടെ സഹപ്രവർത്തകൻ ഇപ്പൊ ഷാഫി പറമ്പിൽ ആക്രമിച്ച ഒരു പോലീസുകാരനുണ്ട്. ആ പോലീസുകാരന്റെ നാട്ടിൽ അന്വേഷിച്ച് നോക്കുമ്പോഴാണ് അയാളുടെ ക്ലബിൽ നിന്ന് 32 പേരാണ്, CPM ക്ലബ് 32 പേരാണ് പോലീസിലെത്തിയത്. ഈ പോലീസ് റിക്രൂട്ട്മെന്റ് ചെയ്യുന്നത് DYFIക്കാർക്കും SFIക്കാർക്കും PSC പരീക്ഷ ചോർത്തി കൊടുക്കാൻ സംശയമുണ്ട്. ഈ PSC നിയമനങ്ങളൊന്ന് പരിശോധിക്കണമെന്ന് ഞങ്ങൾ പറയാണ്. ഈ പറയുന്ന ഷാഫിയെ അടിച്ചിട്ടുള്ള വിഷ്ണു വത്സൻ എന്ന് പറയുന്ന ഗുണ്ട, അവൻ SFIക്കാരനാണ്. അവന്റെ ക്ലബിൽ നിന്ന് 39 ആളാണ് പോലീസിൽ ഇത് കിട്ടിയെന്ന് പറയുമ്പോൾ, ഇങ്ങനെ ഒന്നിച്ച് കിട്ടുമ്പോൾ നമുക്കറിയാലോ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ ഗുണ്ടയാണല്ലോ 1ഉം 2ഉം റാങ്കിൽ വന്നത്. ഇതൊന്നും ഇല്ലാതെന്ന് പറയാൻ പറ്റില്ല. ഇങ്ങനെ PSC പരീക്ഷയുടെ പേപ്പർ ചോർത്തി കൊടുത്തിട്ടാണോ ഈ DYFI ഗുണ്ടകളെയൊക്കെ പോലീസാക്കി വെക്കുന്നത്? അതുകൊണ്ടാണോ ഷാഫി പറമ്പിലിന്റെ നേരെയൊക്കെ ഈ രൂപത്തിൽ കൈകാര്യം ചെയ്യുന്നത്? ഇതെന്ത് ന്യായാണ്? ഇത് കണ്ടു നിൽക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത്? ഞങ്ങളുടെ ഭാഗത്ത് അങ്ങനെ എന്തൊക്കെ പ്രകോപനമുണ്ടായി? ഞങ്ങളെയാണ് ആക്രമിച്ചത്. ശരി, ആഹ്ലാദ പ്രകടനം നടത്താൻ പറ്റില്ല, അത് ആക്രമിച്ചു. അത് പ്രതിഷേധ പ്രകടനം നടത്താൻ പാടില്ലേ? ഞങ്ങൾ എന്താ ബോംബ് ആയുധം എടുത്തിട്ടാണ് പോയത്? ഇവിടെ CR നീലകണ്ഠൻ സൂചിപ്പിച്ചു, കൂത്തുപറമ്പ് വെടിവെപ്പ് എന്താ MV രാഘവനെ കൊല്ലാൻ പോയതിന്റെ പേരില ആ സമയത്ത് അത്തരത്തിൽ സംഘർഷം ഉണ്ടായത്. പക്ഷെ ഇപ്പോ ഈ പറയുന്ന അന്ന് ഉത്തരവിട്ട ASPയെ ഇന്ന് DGP ആയി നരേന്ദ്രമോദിയുടെ ചീഫ് സെക്യൂരിറ്റി ചീഫിനെ കൊണ്ടുവന്ന് DGP ആക്കി വെച്ചിട്ടുണ്ട്. പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി അന്ന് സഖാക്കളെ വെടിവെച്ച് കൊന്നവരെ നടപടിയെടുക്കണമെന്ന് പ്രസംഗിച്ച ആള് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോ അയാളെ പിടിച്ച് DGP ആക്കിയതാ. അപ്പൊ ഇവരുടെ ഒക്കെ വിലാപവും രക്തസാക്ഷികളോടുള്ള സ്നേഹവും പറയുന്നൊക്കെ അതൊക്കെ നാട്ടിലെ ജനങ്ങൾക്ക് അറിയാം. അത് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഈ വിഷയത്തിനകത്ത് അതിശക്തമായ നിയമപരമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ, സർക്കാർ ഇവരെ സംരക്ഷിക്കുകയാണെങ്കിൽ അവരെ തെരുവിൽ കൈകാര്യം ചെയ്യാൻ കേരളത്തിലെ യൂത്ത് കോൺഗ്രസും തയ്യാറാകേണ്ടി വരുമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ശ്രീ ജെയ്ക്സി തോമസ്, ഇപ്പോൾ ശ്രീ റിജിൽ മാക്കുറ്റി മാത്രമല്ല, വേറെയും കോൺഗ്രസ് നേതാക്കളും UDF നേതാക്കളും ഒക്കെ പറയുന്നുണ്ട് ഈ ശ്രദ്ധ മാറ്റുന്നതിന് വേണ്ടിയുള്ള തന്ത്രമെന്ന്, ഈ മർദ്ദനത്തെ ലാത്തിടിയൊക്കെ. എന്താണ് അതിനുള്ള ഒരു മറുപടി ശ്രീ ജെയ്ക്സി തോമസ്? തീർച്ചയായിട്ടും ഞാൻ ആ മറുപടിയിലേക്ക് വരാം. അതൊരു ഹ്രസ്വ മറുപടിയിൽ ഒതുക്കാൻ കഴിയുന്ന ഒരു ചോദ്യമാണെന്നാണ് എൻ്റെ ഒരു വിവക്ഷ. അതിന് തൊട്ടു മുമ്പ് സ്വാഭാവികമായി ആദരണീയനായ യൂത്ത് കോൺഗ്രസ് പ്രതിനിധി ദീർഘസമയം എടുത്തുകൊണ്ടുള്ള വിവിധ തരത്തിലുള്ള വിവിധ മേഖലകളിലെ ആരോപണങ്ങൾ അദ്ദേഹത്തിൻ്റെതായ ഭാഷയിൽ ശൈലിയിൽ അദ്ദേഹം ഉന്നയിച്ചു. എല്ലാ കാര്യങ്ങൾക്കും എനിക്ക് മറുപടിയില്ല, പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിനുള്ള സമയം എനിക്ക് ലഭിക്കാൻ സാധ്യതയില്ല. പ്രത്യക്ഷ രാഷ്ട്രീയം ഇല്ല എന്ന് പൊതുധാരണയോടുകൂടെ 24 ന്യൂസിൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന 2 സഹപാനലിസ്റ്റുകളുണ്ട്. ഒന്ന് സുദീർഘ കാലയളവ് കോട്ടയത്ത് മനോരമയിൽ അതിന്റെ പ്രമുഖ പത്രാധിപ സ്ഥാനത്ത് അല്ലെങ്കിൽ പ്രമുഖ പത്രപ്രവർത്തക സ്ഥാനത്ത് അലങ്കരിച്ചിരുന്ന ആദരണീയനായ ശ്രീ ജോൺ മുണ്ടക്കയം. മറ്റൊരാൾ ഈ പറയുന്ന പോലെ കക്ഷി രാഷ്ട്രീയ ആഭിമുഖ്യം ആരോപിക്കാൻ കഴിയില്ല എന്ന് പൊതുവിൽ നമ്മളൊക്കെ ധരിക്കണം എന്ന് ചില ആളുകൾ ആഗ്രഹിക്കുന്ന ശ്രീ CR. ഇവരൊക്കെ നമ്മുടെ സഹപാനലിസ്റ്റുകളായി ഈ ചർച്ചയിൽ ശ്രദ്ധേയമായ അഭിപ്രായം പങ്കുവച്ചു. ഇരിക്കട്ടെ, ഈ പൊതു അഭിപ്രായങ്ങളുടെ ആകെ പ്രത്യേകത പറയാൻ ശ്രമിച്ചു. വടകര എം പിയെ കേരളത്തിലെ പോലീസ് ടാർഗറ്റ് ചെയ്തിരിക്കുകയാണ്. അത് ബോധപൂർവം. ഇത് വടകര MP തന്നെയാണ്. അതുകൊണ്ട് ഇയാളുടെ മൂക്കിന്റെ പാലം 3 4 അങ്ങനെ അടിച്ച് പൊട്ടിക്കണമെന്നും, ചുരുങ്ങിയത് ഒരു 3 മണിക്കൂർ ശസ്ത്രക്രിയയെങ്കിലും ഇദ്ദേഹത്തിന് ഒരുക്കി കൊടുക്കാൻ മാത്രമുള്ള പരിക്ക് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ വീഴിക്കണമെന്നും കേരള പോലീസ് രാഷ്ട്രീയ ഉദ്ദേശത്തോടുകൂടെ തീരുമാനമെടുത്തതിന്റെ ഭാഗമായിട്ടാണ് പേരാമ്പ്രയിൽ ഈ കുഴപ്പമുണ്ടാക്കിയത് എന്ന നിലയിലാണ് പൊതുവിൽ നമുക്ക് ഈ അവരുടെ വാദങ്ങളെ സംഗ്രഹിക്കാൻ വേണ്ടി കഴിയുക. ഞാൻ പറയട്ടെ, വടകര MPയെ വലിയ ആളായി കരുതുന്നു CPIM എന്ന് നമ്മുടെ ഒരു സഹപാനലിസ്റ്റ് പറയുമ്പോൾ അദ്ദേഹം കരുതുന്നത് എന്താണ്? അതിന് ഉപോത്ബലകമായി അദ്ദേഹം പറഞ്ഞത്, ഇത് CPIMന്റെ ടോപ്പ് ബ്രാസ് ലീഡറായിട്ടുള്ള സഖാവ് KK ശൈലജ ടീച്ചറെ തോൽപ്പിച്ചയാളാണ്. അന്ന് മുതൽ CPIM ഇവരോട് തീർത്താൽ തീരാത്ത വിദ്വേഷമാണ് എന്നൊക്കെയാണ് പറയുന്നത്. ബഹുമാനീയനായ മാധ്യമ പ്രവർത്തകൻ, അങ്ങ് എന്നേക്കാൾ രാഷ്ട്രീയത്തെയും മാധ്യമ പ്രവർത്തകയും സാമൂഹിക പ്രവർത്തനങ്ങളെയൊക്കെ സംബന്ധിച്ച് സുദീർഘമായ അനുഭവവും പാണ്ഡിത്യവും ഒക്കെയുള്ള ആളായിരിക്കും. അങ്ങ് എത്രയോ തെരഞ്ഞെടുപ്പ് ഫലങ്ങളെയും തെരഞ്ഞെടുപ്പിനെയും നേർക്കുനേരെ കാണുകയും വിലയിരുത്തുകയും ഒക്കെ ചെയ്തിട്ടുള്ളയാളാണ്. KK ശൈലജ ടീച്ചർ ഷാഫി പറമ്പലിനെ താൽക്കാലികമായി പരാജയപ്പെടുത്തിയെന്നത് യാഥാർത്ഥ്യമാണ്. അതിന്റെ പേരിൽ ഇദ്ദേഹത്തെ കേന്ദ്രീകരിച്ച് ആക്രമണം അഴിച്ചുവിടാൻ മാത്രം വിവരമില്ലാത്തവരാണോ കേരളത്തിലെ ഇടതുപക്ഷം അല്ലെങ്കിൽ ഇടതുപക്ഷത്താൽ നയിക്കപ്പെടുന്ന ഏതെങ്കിലും ഒരു സംവിധാനം? നിങ്ങൾ ആലോചിച്ചു നോക്ക്. മഹാനായ EMS 952 അദ്ദേഹം പരാജയപ്പെട്ടില്ലേ? VS പരാജയപ്പെട്ടില്ലേ? നയനാർ പരാജയപ്പെട്ടില്ലേ? അങ്ങ് ഓർക്കുന്നില്ല സഖാവ്? നയനാരെ പരാജയപ്പെടുത്തിയാൽ അന്നത്തെ KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റാണ് അദ്ദേഹം. ഇന്ന് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മന്ത്രിസഭയിൽ രജിസ്ട്രേഷൻ വകുപ്പിന്റെ മന്ത്രിയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നയനാരേക്കാൾ
ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പദവിയും പ്രത്യേകതയും കേരള മുഖ്യമന്ത്രിയും ദീർഘകാലം ആ പദവി അലങ്കരിച്ചിരുന്നതായാൽ അദ്ദേഹത്തെ തോൽപ്പിച്ച KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റിനോട് ഈ സംഘത്തെക്കാൾ, ഈ സംഘടിത തസ്കര സംഘത്തിന്റെ പ്രതിനിധിയായി നിൽക്കുന്ന ഇദ്ദേഹത്തെക്കാൾ എത്രയോ ശത്രുതയും വൈരാഗ്യവും അങ്ങ് പറഞ്ഞ മാർഗം വെച്ചിട്ട് തോന്നണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ മന്ത്രിസഭയിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയായി ഒക്കെ മത്സരിപ്പിച്ച് അങ്ങനെ വിജയിപ്പിക്കാൻ വേണ്ടി കഴിയുമോ? അങ്ങ് ഏതു മാനകം ഉപയോഗിച്ചിട്ടാണ് ഇടതുപക്ഷ രാഷ്ട്രീയത്തെ അങ്ങ് വിലയിരുത്താൻ വേണ്ടി ശ്രമിക്കുന്നത്? പിന്നെ പറയുന്നു, അങ്ങ് വിമർശിച്ചു, വൈകിയെങ്കിലും ഈ ലാത്തി ചാർജിനെ വിമർശിക്കാൻ തയ്യാറാകേണ്ടതായിരുന്നു. ഞാൻ ആദരണീയനായ CR ഞാൻ ആവർത്തിച്ചു പറഞ്ഞു, ഈ ചർച്ചയിൽ പ്രസക്തമായ എന്റെ അഭിപ്രായം ചോദിച്ച എല്ലാ ഘട്ടത്തിലും ജനാധിപത്യ വിരുദ്ധമാണെങ്കിൽ ആയിട്ട് പോലീസ് പെരുമാറിയിട്ടുണ്ടെങ്കിൽ അതിൽ ഇരയാക്കപ്പെടേണ്ട വന്നവർ യൂത്ത് കോൺഗ്രസോ ഒരു ആഭിമുഖ്യമില്ലാത്തവരോ താൽക്കാലിക രാഷ്ട്രീയമുള്ളവരോ ആരുമാവട്ടെ, ജനാധിപത്യ വിരുദ്ധമായി ആര് പെരുമാറിയിട്ടുണ്ടെങ്കിലും അതിനെ ഞങ്ങൾ പിന്തുണയ്ക്കില്ല. പക്ഷെ പ്രത്യേകത എന്താണ്? അതിനെ വിമർശിക്കണമെന്ന് ഈ രണ്ട് സഹവാനലിസ്റ്റുകളും, ആദരണീയനായ മനോരമയുടെ മുൻ മാധ്യമ പ്രവർത്തകരും ആദരണീയനായ CR ഒക്കെ വാശിയോടുകൂടെ വാദിക്കുകയാണ്. ഇത് ഇയാളെ ടാർഗറ്റ് ചെയ്ത് ഇയാളെ കൊലപ്പെടുത്താൻ വേണ്ടി നടത്തിയ ശ്രമമാണ് എന്നുള്ളത്. അതിനെയൊക്കെ അപലപിക്കാനും വിമർശിക്കാനും തയ്യാറാകണമെന്നുള്ളത് ആദരണീയനായ മാധ്യമ പ്രവർത്തകൻ അങ്ങ് ഓർമ്മിക്കുന്നില്ലേ? അങ്ങ് മലയാള മനോരമയിൽ കോട്ടയത്ത് ജോലി ചെയ്യുന്ന സമയത്ത് 2016 അന്ന് 90 വയസ്സ് പിന്നിട്ട കേരളത്തിന്റെ ആദരണീയനായ പ്രതിപക്ഷ നേതാവ് ഈ പറയുന്ന വടകര MP-യേക്കാൾ എത്രയോ കാതങ്ങൾ രാഷ്ട്രീയമായി വലിപ്പവും ഉയർച്ചയും ഇതിഹാസ സമാനമായ വ്യക്തിത്വമാണ് സഖാവ് VS. അദ്ദേഹത്തിന്റെ നേർക്ക് ഗ്രനേഡ് എറിഞ്ഞില്ലേ? അദ്ദേഹത്തിന്റെ നേർക്ക് ഗ്രനേഡ് എറിഞ്ഞ് പരിക്ക് പറ്റി തിരുവനന്തപുരത്ത് ആശുപത്രിയിൽ കിടക്കേണ്ടതായിട്ട് വന്നില്ലേ? പിറ്റേ ദിവസം കേരളത്തിൽ ഹർത്താൽ ആചരിച്ചില്ലേ? അങ്ങേ കണ്ടിട്ടില്ലല്ലോ വിമർശിക്കാൻ. സഖാവ് VS-നെ പോലെ ലോക കേരളം ആദരിക്കുന്ന ഒരു മനുഷ്യന്റെ നേർക്ക് അന്നത്തെ കോൺഗ്രസിന്റെ ആധിപത്യത്തിലുള്ള പോലീസ് ഗ്രനേഡ് എറിഞ്ഞ്, നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ VS-നെ കൊല്ലാൻ കോൺഗ്രസ് നോക്കിയില്ലേ? നമ്മുടെ അന്നത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും നേതൃത്വത്തില് അങ്ങേ കണ്ടിട്ടില്ലല്ലോ വിമർശിക്കാൻ, ഒരു പ്രതിഷേധം രേഖപ്പെടുത്താൻ, ഒന്ന് അപലപിക്കാൻ. ഇന്നിപ്പോ ലാത്തിയുടെ ഒരു തോണ്ടൽ ദേഹത്ത് കൊണ്ടപ്പോ കേരളത്തിലെ മനുഷ്യരൊക്കെ ക്യൂ നിന്ന് അപലപിച്ചോണം അല്ലെ? SFIയുടെ സംസ്ഥാന സെക്രട്ടറിയായ ഈ 2016 ഞാൻ പഴയ ചരിത്രമല്ല പറയുന്നത്, അത് മര്യാദയല്ല. അവരുടെ ആവശ്യമനുസരിച്ച് വിമർശനം ഉന്നയിച്ചു. SFIയുടെ സംസ്ഥാന സെക്രട്ടറിയെ ഈ ശാരീരിക വെല്ലുവിളി നേരിട്ട സംസ്ഥാന സെക്രട്ടറിയെ 2015 ഈ വെസ്റ്റ് ഹിൽ കോഴിക്കോട് എഞ്ചിനീയറിംഗ് കോളേജിന്റെ മുമ്പിൽ വെച്ച് ഇതേ കോൺഗ്രസുകാർ കൊടുത്തുവിട്ട തോക്കുമായിട്ട് വെടിവെച്ച് കൊല്ലാൻ നോക്കിയപ്പോ ഒരു മനോരമയുടെ പത്രാധിപരെയും കണ്ടിട്ടില്ലല്ലോ വിമർശിക്കാൻ, അപലപിക്കാൻ. ഇപ്പൊ മൂക്കിൽ നിന്ന് ഒരു രോമം വീണപ്പോ, ലാത്തിക്ക് ഒരു തോണ്ട് കൊണ്ടപ്പോ ഞങ്ങളൊക്കെ നിന്ന് അപലപിക്കണമല്ലേ? സൗകര്യപ്പെടില്ല. അതൊക്കെ നിങ്ങളുടെ രാഷ്ട്രീയം. നോ പൊളിറ്റിക്സ് ഇസ് ദ പൊളിറ്റിക്സ് ഓഫ് ബോർഷൈസ് എന്ന് ക്രിസ്റ്റഫർ കോൾഡ്വെൽ പറഞ്ഞിട്ടുണ്ട്, അങ്ങേക്ക് അറിയാമായിരിക്കും. മോസ്റ്റ് ഇല്ലിറ്ററേറ്റ് ഇസ് ദ പൊളിറ്റിക്കൽ ഇല്ലിറ്ററേറ്റ് എന്ന് ബെർത്തോൾഡ് ബ്രഗറ്റ് പറഞ്ഞിട്ടുണ്ട്. ആദരണീയനായ CR-ഉം ആദരണീയനായ മനോരമയുടെ പത്രാധിപ സംഘവും ഒക്കെ സൗകര്യം കിട്ടുമ്പോൾ വീട്ടിൽ പോയി ഇതൊന്ന് നോക്കണം, ആരെക്കുറിച്ച് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന്. നിങ്ങൾക്ക് തോന്നുമ്പം അപലപിക്കാനും നിങ്ങൾക്ക് തോന്നുമ്പം സംഗീതം പോലെ മർദ്ദനങ്ങളൊക്കെ കൈകൊട്ടിപ്പാടാനും ഉള്ളതല്ല രാഷ്ട്രീയം. നിങ്ങൾ മനസ്സിലാക്കണം. ഈ അനുഭവങ്ങളൊക്കെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊന്നും ഞങ്ങൾ ആരെയും കണ്ടിട്ടില്ല. ഞങ്ങൾക്കാരുടെയും താരാട്ടുപാട്ട് വേണ്ടതാനും പത്രത്താളുകളിൽ നിന്ന് അപലപനീയത്തിന്റെയും പ്രതിഷേധത്തിന്റെയും സ്വരം കേട്ട് വളർന്നു വന്നവരല്ല ഞങ്ങൾ. ആ താരാട്ടുപാട്ട് ഞങ്ങൾക്ക് വേണ്ടതാനും. ഒറ്റ വാചകം കൂടെ പറയാം, CR-നും ശ്രീ ജോൺ മുണ്ടക്കയത്തിനും ഓർമ്മകൾ മരിച്ചിട്ടില്ലെങ്കിൽ ഉണ്ടാകുമല്ലോ. രാജ്യസഭാ അംഗമായിരുന്ന സഖാവ് MA ബേബി AKG സെന്ററിന് നേരെ പോലീസ് വെടിവെച്ച രാജ്യസഭാ അംഗമായിരുന്ന അദ്ദേഹത്തിന്റെ വായിലേക്ക് കല്ലു തിരികെ കുത്തിക്കയറ്റി വെച്ച ചിത്രം കേരളത്തിന്റെ മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട്. പ്രതിഷേധിച്ചിട്ടുണ്ടോ CR ജോൺ മുണ്ടക്കയന്ത്രങ്ങള്? നമ്മുടെ നാട്ടിൽ ആ AKG സെന്ററിന് നേരെ അക്രമം ഉണ്ടായി. അന്ന് അവിടുത്തെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നയാളെ അസ്ഥികൾ തല്ലിയൊടിച്ച് ചോരവരുള്ള ഷർട്ടുമായിട്ട് നിയമസഭയിൽ വന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. പ്രതിഷേധിച്ചിട്ടുണ്ടോ ജോൺ മുണ്ടക്കയും ശ്രീ CR-ഉം ഉൾപ്പെടെയുള്ള എത്ര അനുഭവങ്ങളുണ്ട്, എത്ര അനുഭവങ്ങൾ. 2016 MLA-മാരായിരുന്ന TV രാജേഷ്, R രാജേഷ് ഇലക്ട്രിക് ലാത്തി പ്രയോഗിച്ചില്ലേ? ഇലക്ട്രിക് ലാത്തി കുട്ടികളെ നേരിടാൻ ഏത് മുഖ്യമന്ത്രിയായിരുന്നു? കോൺഗ്രസ് നേതാവായിരുന്നു. അപ്പം നിങ്ങൾക്ക് ആർക്കും പ്രതിഷേധിക്കാൻ തോന്നിയിട്ടില്ല, നിങ്ങൾക്കാർക്കും അപലപിക്കാൻ തോന്നിയിട്ടില്ല. ഇപ്പം ചരിത്രത്തിൽ ആദ്യമായിട്ട് ഈ വയനാടിനെ മുൻനിർത്തി തട്ടിപ്പ് നടത്തി തസ്കര സംഘത്തിന്റെ നേതാവിന് ലാത്തി കൊണ്ടൊരു തോണ്ടൽ കൊണ്ടപ്പോ എല്ലാവരും എണീറ്റ് നിന്ന് പ്രതിഷേധിക്കണം. എല്ലാവരും ജനാധിപത്യ വിരുദ്ധതയെ ഉത്കൃഷ്ടമായി അങ്ങ് തള്ളിപ്പറയണം അല്ലെ? അതിന് കീഴടങ്ങി തരാൻ സൗകര്യമില്ല. സെലക്ടീവ്നെസ് പാടില്ല. നമ്മൾ പ്രത്യക്ഷമായ പക്ഷപാതം ഇല്ലാതെ വേണം ഇത്തരം കാര്യങ്ങളെ സമീപിക്കാൻ. ജോൺ മുണ്ടക്ക, ഇപ്പോൾ ജയ്ക്ക് അദ്ദേഹം ഈ നിരീക്ഷണത്തിലെ രാഷ്ട്രീയ ചായ്വ് താങ്കൾ ഉൾപ്പെടെ പ്രകടിപ്പിച്ച അഭിപ്രായങ്ങൾ അതിന് വിമർശിക്കുകയായിരുന്നു. വളരെ വേഗത്തിൽ മറുപടി പറയാം. ജയ്ക്ക് ഈ രാഷ്ട്രീയ പ്രസംഗം പോലെ ഈ ചർച്ചകളിൽ വന്നിരുന്ന, ഞാനൊരു ജ്യേഷ്ഠ സഹോദരൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തോട് പറയുകയാണ്, അദ്ദേഹത്തെ എനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്നതാണ്, ഇങ്ങനെയൊന്നും അല്ല ചർച്ചയിൽ പങ്കെടുക്കേണ്ടത്, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. ജയ്ക്ക് ഓർക്കുന്നുണ്ടോ തിരുവനന്തപുരത്ത് 2016 ജയ്ക്ക് പറയുന്ന ആ ഗ്രനേഡ് പ്രയോഗത്തിൽ? അന്ന് ജയ്ക്ക് ഒരുപക്ഷെ സമരത്തിൽ പങ്കെടുത്തോടെ ഉണ്ടായിരുന്നായിരിക്കാം, എങ്കിലും ജയ്ക്കിന് ഓർമ്മയുണ്ടോന്ന് എനിക്കറിയില്ല. ജയ്ക്ക് പറഞ്ഞു ആരോ ആ ഗ്രനേഡ് VS-ന്റെ നേർക്ക് വലിച്ചെറിഞ്ഞെന്ന്.
അങ്ങനെയാണോ ഉണ്ടായത്? ആ ഗ്രനേഡ് പോലീസ് പൊട്ടിച്ചൊരു ഗ്രനേഡാണ് അവിടുത്തെ സംഘർഷം ലഘൂകരിക്കാൻ വേണ്ടി. അതിനെ ന്യായീകരിക്കുകയല്ല. അതിലൊരു ഗ്രനേഡ് VS അച്യുതാനന്ദൻ ഇരുന്ന സമരപന്തലിന്റെ മുന്നിൽ വന്ന് പൊട്ടി. അതേ തുടർന്ന് എന്തുമാത്രം പ്രശ്നങ്ങളും ബഹളവും സമരവും സംഘർഷവുമാണ് നിങ്ങളിവിടെ ഉണ്ടാക്കിയത്. ഇതെല്ലാം ഒരുപക്ഷെ കേരളത്തിലെ ജനങ്ങൾക്ക് മറന്നുപോയി കാണും. നിങ്ങൾ തന്നെയാണ് അതിനെ വളച്ചൊടിച്ച്. എന്നിട്ട് ആ സമരം എന്തായി? സോളാർ കേസായിരുന്നു എന്താ സമരം. ആ സോളാർ കേസ് ഇപ്പോൾ എവിടെയായി? അപ്പം ഈ പണ്ട് നടത്തിയ സമരങ്ങളെയൊക്കെ പറയുമ്പോൾ അതിനെ കുറച്ചുകൂടെ വസ്തുനിഷ്ഠമായിട്ട്, അതുപോലെ തന്നെ MA ബേബിയുടെ നേർക്ക് ബോംബാക്രമണം നടത്തിയത്, അതിനെ സംബന്ധിച്ചൊരു ഫോട്ടോ തന്നെ പത്രത്തിൽ വന്നതിനെ കുറിച്ച് പിന്നീട് ആ ഫോട്ടോ ഫ്രെയിം ചെയ്തതിനെ കുറിച്ചൊക്കെ പിന്നീട് ചർച്ച ചെയ്യപ്പെട്ടതാണല്ലോ. അപ്പം എന്തായാലും ഈ പോലീസിനെ വിമർശിക്കണമായിരുന്നു. പോലീസ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തുന്നത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും ഏത് മുന്നണിയാണെങ്കിലും പോലീസ് ചില കാര്യങ്ങൾ സംയമനം പാലിക്കേണ്ടതായിരുന്നു എന്ന് പറഞ്ഞതിന് ഇത്രമാത്രം പ്രകോപനപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അത് എല്ലാ പാർട്ടികൾക്കും ബാധകമായ ഒരു കാര്യം. ഒരു പുതിയ സംസ്കാരം ഉണ്ടാവണമെന്ന് ഞാൻ പറയുന്നത്. എന്തുകൊണ്ടത് സംഭവിക്കുന്നത്? നമുക്കറിയാം, ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വിജയിക്കുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ അതിനുശേഷമാണെങ്കിലും അവർക്ക് താല്പര്യമുള്ള ആളുകൾ ഓരോ സ്ഥലത്ത് കൊണ്ടുപോയി പോസ്റ്റ് ചെയ്യും. പോലീസുകാരെ പ്രത്യേകിച്ച്. പോലീസാണല്ലോ രാഷ്ട്രീയ പാർട്ടികളുടെ ശക്തി. അപ്പം ഇപ്പൊ തന്നെ പരാമർശിച്ചല്ലോ ആരുടെ താല്പര്യപ്രകാരമാണ് ചില ഉദ്യോഗസ്ഥന്മാരെ അവിടെ നിയമിച്ചതെന്ന്. ഇത് എല്ലാ പാർട്ടിയും ചെയ്യുന്നതാണ്, അല്ലാതെ ഞാൻ പറയുന്നില്ല. പക്ഷെ പലപ്പോഴും പല പാർട്ടികളും ചെയ്യുന്നത് അവരുടെ കാര്യങ്ങൾ നടത്തിയെടുക്കാൻ വേണ്ടിയാണ്. ഇതങ്ങനെയല്ല. അവർക്ക് വിരോധമുള്ള ആളുകൾക്കെതിരെ നടപടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ചില രാഷ്ട്രീയ പാർട്ടികളെങ്കിലും നിയമനങ്ങൾ നടത്തുന്നത്, പോലീസുകാരുടെ നിയമനങ്ങൾ നടത്തുന്നത്. അപ്പോൾ പോലീസുകാരെ ബോധപൂർവമായിട്ട് ചില സ്ഥാനങ്ങളിൽ സ്ഥാപിക്കുക. ചിലപ്പോൾ ചില രാഷ്ട്രീയ താല്പര്യമുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ ഭരിക്കുന്നവരുടെ ഏറാമൂളികളായിരിക്കാം. അങ്ങനെയുള്ള ആളുകളെ കൊണ്ടുപോയി എവിടെയെങ്കിലും വെച്ചിട്ട് അവരെ കൊണ്ട് പാർട്ടികൾക്കോ അല്ലെങ്കിൽ സർക്കാരിനോ താല്പര്യമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അവർക്ക് എതിർപ്പുള്ള ആൾക്കാരെ ആക്രമിക്കാനായിട്ട് സഹായകരമായ നിലപാടെടുക്കുക. അങ്ങനെയാണോ ഇക്കാര്യത്തിൽ ഉണ്ടായതെന്ന് മനസ്സിലാക്കണമെങ്കിൽ അന്വേഷണം നടത്തണം. ശരി. അപ്പൊ ശരിക്കും അവിടെ ഒരു കാര്യം ഉറപ്പാണ്. ഇത്തരത്തിൽ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. ഷാഫി പറമ്പലിനെതിരായിട്ട് ഇവര് എന്തെല്ലാം ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇപ്പം ഷാഫി പറമ്പലിനെ ഞങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ജനങ്ങൾക്കറിയാം ടാർഗറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ വളരെ വ്യക്തമായ കാര്യമാണ്. പ്രസ്താവനകൾ മാത്രം നോക്കിയാൽ മതി. ഷാഫി പറമ്പലിനെതിരായിട്ട് ലൈംഗിക ആരോപണം വരെ ഷാഫി പറമ്പലിനെതിരായിട്ട് കൊണ്ടുവന്നു. തീരുമാനിക്കട്ടെ. ശരി, CR നീലകണ്ഠൻ, താങ്കൾ നേരത്തെ സൂചിപ്പിച്ച അക്കാര്യത്തിൽ ജയ്ക്ക് മറുപടി പറയുണ്ടായി. നേരത്തെ ജനാധിപത്യ വിരുദ്ധമായ ഒരു നടപടി ഉണ്ടായെങ്കിൽ, പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായെങ്കിൽ അതിനെ അപലപിക്കുമെന്ന് തന്നെയാണ് ജയ്ക്ക് പറഞ്ഞത്. അത് വ്യക്തത വരുത്തുകയും ചെയ്തിരുന്നു. താങ്കൾ അത് കേട്ടിരിക്കുമല്ലോ അല്ലേ? അത് വളരെ നല്ല കാര്യം. പക്ഷേ ജയ്ക്കിന് ചെറിയൊരു പ്രശ്നം എനിക്ക് തോന്നിയത്, ക്രിസ്റ്റഫർ കോഡ്വെല്ല് ബെർത്തോൾഡ് ബ്രഹത്ത് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പേടിപ്പിക്കണ്ട. കാരണം 30 വർഷം ജയ്ക്ക് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനത്തിൽ വിദ്യാർത്ഥി യുവജന പാർട്ടി നേതാവായി സാംസ്കാരിക പ്രവർത്തകനായി 30 വർഷം പ്രവർത്തിച്ച ആളാണ് ഞാൻ. ജയ്ക്ക് ഈ പറയുന്ന VSന് എതിരായിട്ടുള്ള ആക്രമണമടക്കം ബൂത്തുപറമ്പടക്കം മുഴുവൻ കാര്യത്തിലും അതിശക്തമായി പ്രതിഷേധിക്കുകയും അടികൊള്ളുകയും ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ. അത് ജയ്ക്കിന് അറിയില്ല. പക്ഷെ ജയ്ക്കിന് സഖാവ് MA ബേബിയോടൊന്ന് ചോദിച്ചാൽ കാര്യങ്ങൾ മനസ്സിലാവും. ജയ്ക്കിനത് ചിലപ്പോൾ മനസ്സിലാവും, ഓർമ്മയുണ്ടാവില്ല. ജയ്ക്ക് ചെറുപ്പമല്ലേ, കുഴപ്പമില്ല. ചെറുപ്പമാകുമ്പോൾ ചില കാര്യങ്ങളൊക്കെ വിവരമുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കുന്നത് നല്ലതാണ്. പിന്നെ ക്രിസ്റ്റഫർ കോഡ്വെല്ലൊക്കെ നമ്മൾ വായിച്ചോളാം. ഒരു കാര്യം കൂടി, ഇപ്പോ നേരത്തെ വേണുഗോപാലിന്റെയും സതീശന്റെ അല്ലെങ്കിൽ അതുപോലെയുള്ള നേതാക്കളുടെ കാര്യം പറഞ്ഞു. ഞാൻ 100% അതിനെതിരാണ്. കാരണം പോലീസുകാരെ നിയമപരമായാണ് നിയന്ത്രിക്കേണ്ടത്. ഇപ്പൊ നിയന്ത്രിക്കുന്ന അങ്ങനെയല്ല. ഇപ്പൊ പോലീസുകാരെ കണ്ടോ ഞങ്ങൾ അത് ചെയ്യും ഇത് ചെയ്യും. വേണുഗോപാലോ അല്ലെങ്കിൽ UDFോ നാളെ അധികാരത്തിൽ വന്നേക്കാം, വരാതിരുന്നേക്കാം. വന്നാൽ ഈ പോലീസുകാരോട് വൈരനിര്യാതന ബുദ്ധിയോടെ അല്ല പെരുമാറേണ്ടത്. അവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് അവരെ ശിക്ഷിക്കുകയാണ്. കാരണം റൂൾ ഓഫ് ദ ലോ എന്ന് പറയുന്നത് ഒരു രാജ്യത്തെ പ്രധാനമാണ്. അവിടെയാണ് ഇപ്പൊ ഏറ്റവും വലിയ ചതിവ് നടന്നിട്ടുള്ളത്. ആ ചതിയാണ് ഇപ്പൊ നടന്നിട്ടുള്ളത്. റൂൾ ഓഫ് ലോ ആണ് ഇല്ലാതാവുന്നത്. റൂൾ ഓഫ് ലോയുടെ പ്രധാനം എന്താ? ഓൾ ആർ ഈക്വൽ ബിഫോർ ലോ എന്നാണ് ഭരണഘടനയുടെ 14ാം അനുച്ഛേദം പറയുന്നത്. അത് CPM കാരനായാലും കോൺഗ്രസ്സുകാരനായാലും ബാക്കിയുള്ളവരായാലും ആ അനുഭവമാണ്. അതാണ് ജയിക്കിനെ പോലുള്ളവർക്ക് അംഗീകരിക്കാൻ പറ്റാത്തത്. ഞാൻ അത് അംഗീകരിച്ചുകൊണ്ട് പോകുന്ന ഒരാളാണ് ജനാധിപത്യത്തിൽ. കാരണം പിന്നെ അതുകൊണ്ട് തന്നെ ഇയാൾ നിങ്ങൾ കണ്ടോളാം എന്നൊക്കെ പറയുന്ന ഭാഷ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. മുമ്പ് CPM കാരും പറഞ്ഞിട്ടുണ്ടാവാമില്ല എന്ന് ഞാൻ പറയുന്നില്ല. CPM കാരും ഇതുപോലെ പറയും അണികളെ ആവേശപ്പെടുത്താൻ. പക്ഷെ അതല്ല അതിനുള്ള ശരിയായ ഭാഷ. നാളെ ജനാധിപത്യപരമായി നിയമപരമായി നിങ്ങൾക്കെതിരെ ശിക്ഷ നടപടി എടുക്കും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നേതാക്കൾ ഉത്തരവാദിത്തത്തോടെ പറയേണ്ടത്. ശരി, വ്യക്തമാണ് ശ്രീ CR നീലകണ്ഠൻ. ഇന്നും ഇന്നലെയൊക്കെ വലിയ പ്രതിഷേധങ്ങളുണ്ട്. ഇത് തുടരുവാനാണോ തീരുമാനം യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ?
തീർച്ചയായിട്ടും വലിയ പ്രതിഷേധം. ഇതൊരു ഞങ്ങളങ്ങനെ നിസ്സാരമായി കാണുന്ന ഒരു സംഭവമല്ല. ഇവിടെ ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി മൂക്കിന് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ മൂക്കിന്റെ പാലം അടിച്ചു പൊട്ടിച്ച പോലീസാണ്. അതിന്റെ മെഡിക്കൽ ബുള്ളറ്റ് കൃത്യമായി വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരം സംഭവത്തിനകത്ത് നിങ്ങൾക്ക് പരിക്ക് പറ്റുമ്പോൾ മാത്രം വലിയ പ്രശ്നമാണ്. ഇപ്പോൾ നിങ്ങൾ ഇടതുപക്ഷക്കാർക്ക് മാത്രമേ പോലീസിന് അടികൊണ്ടിട്ടുള്ളൂ. VS-ന് ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവും ഞങ്ങളുടെ KPCC അധ്യക്ഷനും സെക്രട്ടറിയുടെ മുമ്പിൽ സമരം നടത്തുമ്പോൾ അവരുടെ ഇടയിലേക്കാണ് DGP ഓഫീസിന് മുമ്പിൽ സമരം നടത്തുമ്പോൾ ടിയർ ഗ്യാസും അത് ഗ്രനേഡ് എറിഞ്ഞിട്ട് പോയത് ഈ പിണറായി വിജയൻ കേരളത്തിൽ ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോൾ ഞങ്ങളുടെ നേതാക്കന്മാരങ്ങനെ ഓട് പൊളിച്ചിട്ട് വന്നൊന്നുമല്ല. ശ്രീ KC വേണുഗോപാൽ അല്ലെങ്കിൽ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി അദ്ദേഹം ഇന്ന് ഇരിക്കുന്ന പദവിയിലെത്തും മുമ്പ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായ നന്ദാപുരം ക്യാമ്പിൽ വെച്ച് അദ്ദേഹത്തെയും അന്നത്തെ വനിതാ നേതാക്കളായ ഷാനിമോൾ ഉസ്മാനെയും ബിന്ദു കൃഷ്ണയും ഏത് രൂപത്തിലാണ് നിങ്ങളുടെ പോലീസ് പെരുമാറിയത്? ഏത് രൂപത്തിലാണ് പെരുമാറിയത്? തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അദ്ദേഹം പറയുന്ന അനുഭവം കേട്ടില്ലേ? ഇന്നത്തെ മനോജ് എബ്രഹാം അദ്ദേഹത്തെ ക്രൂരമായി വേട്ടയാടിയത്. അതുകൊണ്ട് ഞങ്ങളുടെ നേതാക്കന്മാരൊക്കെ തന്നെ നിങ്ങളുടെ പോലീസിന്റെ ക്രൂരമായ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങി തന്നെയാണ് വന്നത്. അങ്ങനെയൊന്നും പിന്നെ നിങ്ങളുടെ നേതാക്കന്മാർ മാത്രമാണ് അടികൊണ്ടതെന്നും പറയേണ്ട. നിങ്ങളുടെ പോലീസിന്റെ ക്രൂരമായ മർദ്ദനം ഈ 10 വർഷക്കാലം നിങ്ങൾ നടത്തിയതുപോലെ ക്രൂരമായ വേട്ടയാടൽ ആരെങ്കിലും നടത്തിയിട്ടുണ്ടോ? ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ കുന്നംകുളത്ത് കൊണ്ടുപോയി തല്ലിച്ചതക്കുന്നത് ഈ നാട് കണ്ടതല്ലേ? നിങ്ങളുടെ പോലീസ് എന്താ അക്രമകാരികളുടെ പോലീസാണോ? നിങ്ങളുടെ പോലീസ് നിരപരാധികളെ ആക്രമിക്കുന്നു. ഇതുപോലെ ജനപ്രതിനിധികളെ പിന്നെ മൂക്കിന്റെ പാലടിച്ചു പൊട്ടിക്കുന്നു. പിന്നെന്താ ചെയ്യുന്നത്? കൊടിച്ചുനിക്ക് കാവൽ നിൽക്കുന്നു. മദ്യപിക്കാൻ ഉടുപ്പുണ്ടോ നിങ്ങളുടെ പോലീസിന്? അതല്ലേ നിങ്ങളുടെ പോലീസ് ഇവിടെ ചെയ്യുന്നത്? എന്നിട്ട് ഇവിടെ പറയാം തസ്കര സംഘം ഞാൻ സൂചിപ്പിച്ചതുപോലെ കേരളം വെറുക്കുന്ന ഏറ്റവും വലിയ തസ്കര വീരൻ ചമ്പൽക്കാട്ടിലെ കൊള്ളക്കാർ. ആ ചമ്പൽക്കാട്ടിലെ കൊള്ളക്കാർ സ്വന്തം അമ്പലത്തിലെ ക്ഷേത്രത്തിലെ സ്വർണം കാക്കില്ല. അതുപോലും കാക്കാൻ മടിയില്ലാതെ പിണറായി വിജയൻ കേരളം ഭരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ കട്ട പണം മുഴുവൻ മകൻ ഉൾപ്പെടെ ഉണ്ടാക്കിയ സമ്പത്തിന്റെ കുമിഞ്ഞുകൂടിയത് കൊണ്ടാണ് ED വരുന്നത്. ED വന്നത് ആവിയായി പോയത് മോദിക്ക് വേണ്ടി സ്തുതി പാടിയത് കൊണ്ടാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രവതാ ചന്ദ്രശേഖരൊക്കെ DGP ആക്കിന്റെ ഭാഗമായി മകന്റെ ED എങ്ങനെയാണ് സാധാരണക്കാരൻ പിണറായി വിജയന്റെ മകന്റെ ഇത്ര സമ്പത്ത് എങ്ങനെയാണ് ED എങ്ങനെയാ വന്നത് എന്നൊക്കെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് കള്ളന്മാരാരാണ്, കൊള്ളക്കാരാരാണ്, ഈ കേരളം വിൽക്കാൻ അമ്പലത്തിൽ പോലും ദേവന് പോലും രക്ഷയില്ലാത്ത ഒരു കാട്ട് കള്ളനാണ് കേരളം ഭരിക്കുന്നത്. നിങ്ങളെ തസ്കര വീരന്മാർ, നിങ്ങളെ കള്ളന്മാർ എന്ന് ഈ നാടിന്റെ മുമ്പിൽ തെളിയിക്കപ്പെടുക. ആ കളവിൽ നിന്ന്, ആ പിന്നെ കൊള്ളയിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾ ഇതുപോലെയുള്ള പോലീസിന്റെ ഗുണ്ടകൾ ഉപയോഗിച്ചുകൊണ്ട് ആക്രമിക്കാനാണ് വന്നതെങ്കിൽ ഞങ്ങൾ അങ്ങനെ വീട്ടിൽ പോയി ഇരിക്കാൻ തയ്യാറല്ല എന്ന് പറയാൻ തന്നെയാണ് വന്നത്. ശരി, അങ്ങനെ ഭയപ്പെടുത്തി നിങ്ങൾ കീഴ്പ്പെടുത്താമെന്ന് കരുതണ്ട. നിങ്ങളെ പോലീസും നിങ്ങളെ ഗുണ്ടകളും നിങ്ങളെ ലാത്തിയും നിങ്ങളെ ഗ്രനേഡും നിങ്ങൾ തോക്കും കണ്ട് ഭയന്നു പോകുന്നില്ല. ഭയന്ന് പോയി വീട്ടിരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ശരി, അതുകൊണ്ട് അമ്മാതിരി ഭയപ്പെടുത്തൽ വേണ്ട. അതുകൊണ്ട് ഷാഫി പറമ്പിലിനെതിരായി നിങ്ങൾ നടത്തിയത് ക്രൂരമായ ഒരു അക്രമമാണ്. ഇത് CPM-ന്റെയും പോലീസും ചേർന്ന് നടത്തിയിട്ടുള്ള അക്രമം തന്നെയാണ്. ആ അക്രമം സ്വർണ്ണക്കൊള്ള മറക്കാൻ നടത്തിയ അക്രമമാണ്. അങ്ങനെ സ്വർണ്ണക്കൊള്ള മറക്കുമെന്നോ അല്ലെങ്കിൽ ഈ വിഷയത്തിനകത്ത് നിങ്ങൾ പിറകോട്ട് പോകുന്നു CPM-ഉം ഈ സർക്കാരും കരുതണ്ട എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്ക് ആവർത്തിച്ച് പറയാനുള്ളത്. ശരി, ശ്രീ ജെയ്സി തോമസ് അതിനുള്ള മറുപടി. അതോടൊപ്പം തന്നെ ഈ പോലീസിന് നൽകിയിരിക്കുന്ന ഒട്ടനവധി നിർദ്ദേശങ്ങളും ഉത്തരവുകളും ഒക്കെ ഉണ്ടല്ലോ. ഈ സമരത്തിനിടയ്ക്ക് അത് വലിയ പ്രക്ഷോഭമൊക്കെ നടക്കുമ്പോൾ ഒരുപക്ഷെ അടിയൊക്കെ പാളിപ്പോകാം. പക്ഷേ നേർക്കുനേർ നിന്ന് ഇത്തരത്തിൽ തലക്കടിക്കാൻ പാടില്ല എന്നുള്ള ഉത്തരവുകളുണ്ട്. അത് ഇപ്പോഴത്തെ LDF സർക്കാർ പുറത്തിറക്കിയതാണ്. ലോക്നാഥ് ബെഹ്റ DGP ആയിരിക്കുള്ള നിർദ്ദേശമുണ്ട്. ഇത്തരത്തിൽ അടിക്കാൻ പാടില്ല, തലയ്ക്ക് അരയ്ക്ക് താഴെ എന്നുള്ള നിർദ്ദേശമുണ്ട്. മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശമുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ മുൻപിലുണ്ട്. അതൊന്നും പക്ഷേ നടപ്പാവുന്നില്ലല്ലോ ജയ്ക്ക്. തീർച്ചയായിട്ടും പോലീസ് സമരങ്ങളെ നേരിടുന്നതിനെ സംബന്ധിച്ച് പുറത്തിറക്കിയിട്ടുള്ള നിർദ്ദേശങ്ങൾ മനുഷ്യാവകാശങ്ങളെ പൂർണ്ണമായി സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ടുള്ളത് തന്നെയാണ്. അത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടുന്നില്ലെങ്കിൽ അത് വിമർശനാത്മകമായി തന്നെ പരിശോധിക്കുകയും അത് നടപടിക്ക് വിധേയമാക്കപ്പെടുന്നുണ്ടെങ്കിൽ അങ്ങനെ വേണം എന്നുള്ള അഭിപ്രായക്കാർ തന്നെയാണ് ഞങ്ങൾ. അല്ലാതെ യൂത്ത് കോൺഗ്രസ്സുകാർക്ക് നേരെ തലക്കടിയാകാം, അതിൽ വിമർശനാത്മകമായി ഒന്നും പരിശോധിക്കേണ്ടതില്ല. ആ തലക്കടി നല്ല തലക്കടി, ഞങ്ങൾക്ക് നേരെ തലക്കടിച്ചാൽ അത് മാത്രം മോശം തലക്കടി, ആ അഭിപ്രായം ഞങ്ങൾക്കില്ല. ആർക്കു നേരെ മനുഷ്യത്വവിരുദ്ധമായ സമീപനം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായാലും അതൊക്കെ തെറ്റ്, ആ അഭിപ്രായം തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. പക്ഷെ ഇത് പറഞ്ഞു വരുമ്പോൾ ആദരണീയനായ ശ്രീ ജോൺ മുണ്ടക്കയം അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം എന്റെ ശൈലിയെ വിമർശിച്ചു. ഞാൻ ആ വിമർശനത്തെ ബഹുമാനത്തോടു കൂടെ തന്നെ ഞാൻ സ്വീകരിക്കുന്നു, തർക്കമില്ല. പ്രഭാഷണ രൂപത്തിലുള്ള ശൈലിയുമായിട്ട് ഇവിടെ വന്ന് ചർച്ച ചെയ്യേണ്ട ശൈലി ഇതല്ല എന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ വിമർശനം. ഇരിക്കട്ടെ, എനിക്ക് അതിനോടൊന്നും പ്രതികരിക്കണമെന്നില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞു എന്തുകൊണ്ട് എനിക്ക് ചില കാര്യങ്ങളെ സംബന്ധിച്ച് അല്പം രൂക്ഷമായി വിമർശിക്കേണ്ടതായിട്ട് വന്നു. പ്രത്യക്ഷത്തിൽ രാഷ്ട്രീയമില്ല, നിഷ്പക്ഷ രാഷ്ട്രീയത്തിന്റെ പ്രതിനിധികൾ എന്ന നിലയിൽ മറച്ചു പിടിച്ച കോൺഗ്രസ് ആഭിമുഖ്യത്തിന്റെ പ്രതീകങ്ങളായി നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ അഭിപ്രായ പ്രകടനം നടത്തി. അപ്പോഴെനിക്ക് നിങ്ങളുടെ ചായ്വുകളെ സംബന്ധിച്ച്, നിങ്ങളുടെ ആഭിമുഖ്യങ്ങളെ സംബന്ധിച്ച് വിമർശിക്കേണ്ടതായിട്ട് വന്നു. പക്ഷെ അവിടെയും എന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു. 90 വയസ്സ് പിന്നിട്ട കേരളത്തിൽ ഇതിഹാസ സമാനമായ വ്യക്തിത്വമുള്ള എല്ലാവരാലും അംഗീകരിക്കപ്പെട്ട VS
അങ്ങ് പറഞ്ഞപ്പോൾ അങ്ങ് ഭാഗികമായി തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു. ഞാൻ 24 ന്യൂസിന്റെ PCR ടീമിന് ടൈംസ് ഓഫ് ഇന്ത്യ അന്ന് പ്രസിദ്ധീകരിച്ച വാർത്താശകലം അയച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ വസ്തുതകളുടെ ബലത്തിലാണ് സംസാരിക്കുന്നത്. അങ്ങ് പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു പന്തലിൽ ഇരുന്ന VSന്റെ അരികിലേക്ക് ഗ്രനേഡ് കൊണ്ടുവെക്കുകയോ കൊണ്ടയിടുകയായിരുന്നോ? ആയിരുന്നില്ല. ഒരു സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്ന സഖാവിന്റെ VSന്റെ അരികിലേക്ക് ഗ്രനേഡ് പോലീസ് വലിച്ചെറിയുകയായിരുന്നു ചെയ്തത്. VSന്റെ നേർക്ക് ഗ്രനേഡ് വലിച്ചെറിഞ്ഞപ്പോൾ അത് പറയുന്നു പന്തലിന്റെ നേർക്ക് ഗ്രനേഡ് വന്ന് വീണു അല്ലെങ്കിൽ കൊണ്ടുവച്ചു. ഇപ്പോൾ ഇദ്ദേഹത്തിന് താല്പര്യമുള്ള വടകര MPയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ തോളിൽ ലാത്തിയുടെ അറ്റം ഒന്ന് കൊണ്ടപ്പോൾ പറയുകയാണ് വടകര MPയെ തച്ചു തകർക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള അനിതര സാധാരണമായ ഭീകരാക്രമണമാണ്. ഈ ആഭിമുഖ്യത്തെയാണ്, ഈ കറകളഞ്ഞ കോൺഗ്രസ് ആഭിമുഖ്യത്തെ തന്നെയാണ് ബഹുമാനിയായ ശ്രീ ജോൺ മുണ്ടക്കയം ഞാൻ വിമർശിക്കാൻ ഉദ്ദേശിച്ചത്. ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിച്ചു. ഇവിടെ എല്ലാവർക്കും പേടിയാണ് പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് തോന്നുന്നു. വയനാടിനെ കുറിച്ച് പറഞ്ഞപ്പോൾ യൂത്ത് കോൺഗ്രസിന് പേടി, ക്രിസ്റ്റഫർ കോൾഡ്വെല്ലും ബെർത്തോൾഡ് പ്രകടനം പറഞ്ഞപ്പോൾ ബഹുമാനിയായ CR ഇല്ല, ഇനി വാഗ്വാദത്തിലേക്ക് പോകാൻ സമയമില്ല. ജയിക്ക് വളരെ വേഗത്തിൽ. ഒരു തരി പണം കവർന്നിട്ടില്ല. ശരി, അത് വ്യക്തമാണ് ജയിക്ക്. ഏതായാലും സമയം കഴിഞ്ഞതുകൊണ്ടാണ് ഇടപെടുന്നത്. ഏതായാലും ആ തലക്കടിയെ അതിനെ ജയിക്കും ഇപ്പോൾ അംഗീകരിക്കുന്നില്ല. ജനാധിപത്യപരമായ രീതിയിൽ നടക്കുന്ന പ്രതിഷേധങ്ങളെ നേരിടാൻ പാടില്ല എന്ന് തന്നെയാണ് അഭിപ്രായം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.